എൻ്റെ സാധനങ്ങൾ ഞാൻ എടുക്കുന്ന കൂട്ടത്തിൽ എൻ്റെ പ്ലേ ബട്ടണൊക്കെ എടുത്തിട്ട് വരാൻ നോക്കി. പക്ഷെ പ്ലേ ബട്ടണോ കാര്യങ്ങളോ ഒന്നും അവിടെ എവിടെ അതൊക്കെ മിസ്സിംഗ് ആണ്. ഉപദ്രവിച്ചു എന്നൊക്കെ പറഞ്ഞില്ലേ, അതൊക്കെ കള്ളത്തരമാണെന്ന് അവർക്ക് മനസ്സിലായി. സത്യാന്ന് മനസ്സിലായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഇവന്റെ പേരിൽ കേസ് എടുക്കത്തില്ലേ. മെഡിക്കൽ സർട്ടിഫിക്കറ്റ്സോ കാര്യങ്ങളോ ഇല്ലാന്ന് മാത്രമല്ല ഒരൊറ്റ പാട് പോലും മുഖത്തില്ല. എന്നാൽ എന്റെ മുഖത്ത് പാടും ഉണ്ടായിരുന്നു അമ്മച്ചി മന്തിന്. ഓൾറെഡി ശ്രീധന സംസാരങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറയുന്നുണ്ട് അമ്മ ശ്രീധന സംസാരങ്ങളൊന്നും ശരിയല്ലെന്നൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. കൂട്ടത്തിൽ നിന്ന് നിന്റെയൊക്കെ അച്ഛന്മാർ അവിടുന്ന് ഓലിയിട്ടായിരുന്നു. അവന്മാരെ പോലെയാണ് നിന്റെയൊക്കെ അതേ രീതികൾ. ഇപ്പോഴത്തേക്ക് ആറാ എന്നെ ഇടിച്ചെന്ന് ഞാൻ ചോദിച്ചപ്പോഴേ ഒരു കിളവൻ ഒരു ഒറ്റ ഓട്ടം. ഗുണ്ട ചേച്ചിയുടെ ഭർത്താവ് ഗുണ്ടനാണ് ഇയാള്. അപ്പൊ അയാളുടെ ഗുണ്ടൻ മക്കളാണ് അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുത്തത്. ഞാൻ പറയുന്ന ബെഡ്റൂമിൽ ചെന്നിട്ട് പ്രശ്നം ആയിട്ടില്ല. അപ്പൊ ആരും എൻ്റെ കയ്യിൽ വന്നിട്ട് നീ മറ്റേതല്ലേ മറിച്ചതല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഉണ്ടാക്കാൻ വരേണ്ട കാര്യമില്ല. അമ്മ വന്നിട്ട് കാണിച്ചു തരാടാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ 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 ഒരു 3 മാന്ത് കാണിച്ചു തരാടാ ഇങ്ങനെയാണ് കൂവിയത്. ആ സമയത്ത് അമ്മ പറയുകയും ചെയ്തു, നിനക്ക് സ്വർണം വേണമായിരുന്നെങ്കിൽ അവളുടെ വീട്ടുകാർ പറഞ്ഞാണല്ലോ തരാന്ന്, നിനക്ക് എന്താ അതിൽ അവളുടെ വാങ്ങിച്ചുകൂടായിരുന്നോ എന്ന് ചോദിച്ചു. മൂത്ത ആൺമക്കളാണെങ്കിൽ എല്ലാം ചെയ്തോണം. മൂത്ത ആൺമക്കൾ വീട്ടിലുണ്ടെങ്കിൽ അവരെല്ലാവരും അവരുടെ ആരോഗ്യമോ കാര്യങ്ങളോ ഒന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല. കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂവിൽ വന്നിട്ട് എൻ്റെ അനിയത്തി വെല്ലുവിളിച്ചതുകൊണ്ട് മാത്രമാണ് ഇത് ഈ ഒരു വീഡിയോയുടെ അകത്ത് പറയണത്, ഇതിവിടെ കാണിക്കുന്നത്. നമ്മളിതിനകത്ത് ആ പയ്യൻ്റെ പ്രൊഫൈൽ പിക്കും നെയിമും ഒക്കെ ബ്ലർ ചെയ്യുന്നത് അവൻ്റെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. കാരണം അവനായിട്ട് നമുക്ക് യാതൊരു വിഷയമില്ല, നമ്മൾക്ക് യാതൊരു വിഷയത്തിനും വന്നിട്ടില്ല. അനിയത്തി കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രൂഫ് ഉണ്ടെങ്കിൽ കാണിക്കട്ടെ എന്ന്. അങ്ങനെ വെല്ലുവിളിച്ച്, അതുകൊണ്ട് മാത്രമാണ് ഇതിങ്ങനെ ഇവിടെ കാണിക്കുന്നത്. ആ പയ്യൻ ഇവക്ക് മെസ്സേജ് അയച്ചാണ്, ചേച്ചി ഞാൻ റോഷിൻ ബോയ് ഫ്രണ്ടാണ്. റോഷ്നി എന്നല്ല റോഷിൻ എന്നാണ് അയച്ചേക്കുന്നത്. മേ ബി അവന് സ്പെല്ലിങ് അറിയാത്തതുകൊണ്ടാവാം, അല്ലെന്നുണ്ടെങ്കിൽ ഇവരുടെ കമ്മ്യൂണിക്കേഷൻ അങ്ങനെ ആയതുകൊണ്ടാവാം, നമുക്ക് പറയാൻ പറ്റില്ലല്ലോ, നമ്മളെ ജഡ്ജ് ചെയ്യുന്ന കാര്യമില്ല. ഞാൻ റോഷിൻ ബോയ് ഫ്രണ്ടാണ്, ചേച്ചി എനിക്കൊട്ടും പറ്റാത്ത കൊണ്ടാണ് ചേച്ചിക്ക് മെസ്സേജ് അയച്ചേ. അവൾക്ക് എന്നെ വേണ്ട എന്ന് പറഞ്ഞു. എനിക്കൊന്ന് റിപ്ലൈ ചെയ്താ, എനിക്ക് പറ്റുന്നില്ല ചേച്ചി പ്ലീസ്. 1 മന്തായി റോഷൻ പോയിട്ട്, ചേച്ചി മെസ്സേജ് കണ്ടാൽ റിപ്ലൈ തരൂ പ്ലീസ്. എനിക്കൊട്ടും പറ്റണില്ല, അതാ ചേച്ചിക്ക് ഒന്നും അടുത്ത ബാക്കി എന്താണ്, എനിക്കറിയില്ല ചേച്ചി, ഞാൻ പെട്ട് നിൽക്കുക, ഞാൻ ഒട്ടും ഓക്കെ അല്ല, എനിക്ക് ഒട്ടും പറ്റണില്ല, അതാ ചേച്ചിക്ക് മെസ്സേജ് ഒന്നും തോന്നല്ലേ. അവൾ എന്നെ എല്ലായിടം ബ്ലോക്ക് ചെയ്തു, എനിക്ക് പറ്റുന്നില്ല ചേച്ചി. ആക്ച്വലി ഈ ഒരു പയ്യന് നമുക്ക് പേഴ്സണലി അറിയില്ലെങ്കിലും ഇവൻ്റെ കാര്യം നമുക്കറിയാം. ഇവർ പഠിക്കുന്ന സമയത്ത്, ഡിഗ്രി പഠിക്കുന്ന സമയത്തോ പഠിച്ചു കഴിഞ്ഞപ്പോഴും കൊണ്ട് അപ്പുറത്തെ ബാച്ചിലും കൊണ്ട് പഠിച്ചാണ്. അപ്പോൾ അങ്ങനെ കണക്റ്റായി എന്നാണ് നമ്മുടെ കയ്യിൽ ഇവൾ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അവനറിയില്ല വീട്ടിലറിയാമെന്നുള്ള കാര്യം. വീട്ടിൽ പ്രശ്നങ്ങൾ അങ്ങനെ നമ്മൾ അവളുടെ കാര്യത്തിൽ ഭയങ്കരമായിട്ട് ഇടപെടുകയും അവൾ അങ്ങനെ ലിമിറ്റ് ചെയ്യുകയും ചെയ്യുന്ന ടീമല്ല എന്നുള്ളത് അവനറിയില്ല. അവൻ്റെയൊക്കെ പറഞ്ഞേക്കുന്നത് വീട്ടിലറിഞ്ഞ ഭയങ്കര വിഷയമാണ്, വീട്ടിൽ മുട്ട സീനാണെന്നൊക്കെയാണ്. അപ്പം ഇവൾ ഏതോ ഒരു നിമിഷത്തിൽ നമ്മുടെക്ക് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവന് ഈ പറഞ്ഞ പോലെ നൈസായിട്ടങ്ങ് ഒഴിവാക്കുവാണ്. എന്തിൻ്റെ പേരും പറഞ്ഞാന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബൻസ് ആയപ്പോൾ അവൾ പറഞ്ഞു ഇവൾ അവളെയും കൊണ്ട് ഏതോ ഡിപ്രഷൻ ക്ലിനിക്കിൽ പോയിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുത്തു. എൻ്റെ അനിയത്തിക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുത്തു. അങ്ങനെ അവളെ കൺവിൻസ് ചെയ്തു ഡോക്ടർ ഈ റിലേഷൻ ഹെൽത്തി അല്ലാന്ന്. അങ്ങനെ പറഞ്ഞാണ് ആ പയ്യനെ നൈസായിട്ട് ഒഴിവാക്കിയത്. അപ്പോൾ ഞങ്ങൾ ഓർത്തു ആ പയ്യൻ മേ ബി ടോക്സിക് ആയതുകൊണ്ട് ആവാമെന്ന് ഓർത്തു. നമുക്ക് ഡീറ്റെയിൽസ് ആയിട്ട് അറിയില്ല കേട്ടോ. പക്ഷേ എനിക്കിത് കുറച്ച് ഫിഷിയായിട്ട് തോന്നിയപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടൈമിൽ ഇവൾ ഹെൽപ്പെല്ലാം ചോദിച്ചതൊന്നും നമ്മുടെ കയ്യിലല്ല. ഇവളുടെ കുറച്ച് പുരുഷന്മാരായിട്ടുള്ള കൂട്ടുകാരുടെ അഭിപ്രായങ്ങൾ കേട്ടിട്ടാണ് ഇവൾക്ക് തീരുമാനിക്കാനെന്ന് ഒരു ഡയലോഗ് ഇവളുടെയൊക്കെ പറഞ്ഞത് എനിക്ക് ഭയങ്കര റോങ് ആയിട്ട് തോന്നി. പക്ഷെ ഞാൻ ആർക്കെങ്കിലും ഒന്നും അവളുടെക്ക് പോയി ഇടപെടാനൊന്നും പോയില്ല. ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഇടപെട്ട പുരുഷൻ കൂട്ടുകാരന്മാരിൽ ഒരു കൂട്ടുകാരൻ, പേരൊന്നും പറയണില്ല, പയ്യനുമായിട്ട് മറ്റവൻ പോകുമ്പോൾ തന്നെ കണക്റ്റായി. അപ്പം ഞാനോർത്ത് ഈ ഫ്രണ്ട്ഷിപ്പിൻ്റെതായിരിക്കും എന്ന് ഓർത്തു. പക്ഷേ പിന്നീട് മനസ്സിലായി ഫ്രണ്ട്ഷിപ്പിൻ്റെ അല്ല. ഇതൊന്നും ഇവിടെ പറയണമെന്ന് ഒരിക്കലും ആഗ്രഹിച്ച കാര്യങ്ങളല്ല. പക്ഷെ ഞങ്ങളുടെ സാഹചര്യം കാരണമാണ് ഞങ്ങളിതിപ്പോൾ പറയുന്നത്. കാരണം ഞങ്ങളുടെ സൈഡ് ക്ലിയർ ആക്കണം എന്നുള്ളൊരു ഉത്തരവാദിത്തം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് എല്ലാ കാര്യവും ഞങ്ങൾ തുറന്നു തന്നെ പറയുക. നമുക്ക് ഒരാളെ പറ്റുന്നില്ലെങ്കിൽ കറക്റ്റ് കാര്യം കൺവേ ചെയ്യുക, ഓക്കെ ബൈ ബൈ പറഞ്ഞേക്കുക. അല്ലാണ്ട് ഇങ്ങനെ കള്ളം പറഞ്ഞിട്ട് ഒരാളെ കംപ്ലീറ്റ്ലി പറ്റിച്ചിട്ട് ഇപ്പുറത്ത് വേറൊരു ഓപ്ഷൻ നോക്കുന്നത് ശരിയല്ല. അത് ഞാൻ ഉള്ള പോലെ പറഞ്ഞിട്ടുണ്ട്. ആ ചെറുക്കൻ അവളുടെ ഫ്രണ്ട്സിനോട് പറഞ്ഞത് അവളുടെ ചേച്ചി കാരണം ഇതെല്ലാം സംഭവിച്ചേ, ചേച്ചി കൗൺസിലിങ്ങിന് കൊണ്ടുപോയി അവളെ ബ്രെയിൻ വാഷ് ചെയ്തേന്ന്. അങ്ങനെയാണ് ഇതിൽ ഒന്നിലും ഇടപെടാത്ത എന്റെ തലയിലായി ആ പ്രശ്നങ്ങളല്ല. അപ്പം ഈ ഒരു കാര്യമൊക്കെ കൊണ്ട്
ഞാൻ അനിയത്തിലൊക്കെ പറഞ്ഞ് സ്വന്തം കാര്യം നോക്കണം, അല്ലാണ്ട് സ്വന്തം കാര്യം നോക്കാണ്ട് സ്വന്തം കാര്യം നോക്കുന്നുണ്ട്, അതല്ല മാത്രമല്ല കുറച്ചുകൂടെയൊക്കെ ഒരു സെൽഫ് സഫിഷ്യൻ്റ് ആവണം. എങ്കിൽ എന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ ഇൻവോൾവ് ആയെങ്കിൽ മാത്രമേ ഈ ഒരു മൈൻഡിൽ നിന്ന് മാറിയിട്ട് കുറച്ചുകൂടെ റിയൽ ലൈഫിലോട്ടൊക്കെ വരുള്ളൂ, ഉത്തരവാദിത്വം കാര്യങ്ങളൊക്കെ വരുള്ളൂ. പിന്നെ മാത്രമല്ല എൻ്റെ ഫിനാൻഷ്യൽ സിറ്റുവേഷനും മോശമായിരുന്നു, കുറേ നാളായിട്ട് മോശമായിരുന്നു. അപ്പോൾ ഇതും കൂടെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു ബുദ്ധിമുട്ടും അറിയിക്കാണ്ട് വളർത്തുന്നതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടും അറിയാണ്ട് പോയി. അതുകൊണ്ടാണ് ശരിയായ ഒരു രീതിയിലോട്ട് വരാത്തതെന്ന് തോന്നി. അപ്പം ഇത് പറഞ്ഞപ്പോൾ സ്വന്തം കാര്യം നോക്കണം, വീട്ടിലെ ബേസിക് കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം, സ്വന്തം കാര്യം എക്സ്ട്രാ ആയിട്ടുള്ള ഹാപ്പിനെസ്സിനുള്ള പൈസയൊക്കെ സ്വന്തമായിട്ട് ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോൾ അമ്മച്ചിക്ക് ഈ പറഞ്ഞ പോലെ എന്നോടൊരു വൈരാഗ്യം കാര്യങ്ങളൊക്കെ ആയി. അങ്ങനെ അമ്മച്ചി പറഞ്ഞൊരു ഡയലോഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കിവളെ ഉപേക്ഷിക്കാൻ പറ്റുമോ, ഇവക്ക് വല്ല ഡിപ്രഷൻ വന്നാൽ എന്ത് ചെയ്യുമോ എന്നുള്ളതാണ്. ഇങ്ങനെ ഹാപ്പിനെസ് സെറ്റാക്കുന്ന ഒരാൾ ഡിപ്രസ്ഡ് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മേ ബി ഡിപ്രഷൻ ആയേക്കാം, ഇല്ലാണ്ടായേക്കാം. ഞാൻ ആക്ച്വലി ഒരാളെ കംപ്ലീറ്റ്ലി ഒഴിവാക്കുന്നതോ കാര്യങ്ങളോ ഒന്നും ചെയ്തതല്ല, ശരിയായൊരു മാർഗത്തിലേക്ക് അവനവൻ്റെ കാര്യം നോക്കാൻ വേണ്ടിയിട്ട് പ്രാപ്തരാക്കുക എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളായിരുന്നു. അങ്ങോട്ട് കാശ് കൊടുക്കാന്ന് പറഞ്ഞു, നീ എന്തെങ്കിലും വീഡിയോ ചെയ്യുക അല്ലെങ്കിൽ എന്ത് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാനായിട്ടാണേലും അവനാൽ പറ്റുന്ന കാശ് കൊടുത്ത് ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇൻ കേസ് വീഡിയോ ചെയ്യുവാണേലും ഒരു എമൗണ്ട് വെച്ചിട്ട് തരാന്നുള്ള കാര്യങ്ങളും എല്ലാം പറയുന്നുണ്ടായിരുന്നു. അത് എന്റെ പേജിൽ ചെയ്യാനല്ല കേട്ടോ, സ്വന്തമായിട്ട് പേജ് ക്രിയേറ്റ് ചെയ്ത് ഒന്ന് സെറ്റിൽ ആവാൻ വേണ്ടി ട്രൈ ചെയ്യുന്നതിന് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ പ്രൊമോഷനും ചെയ്തു തരാം, ഞാൻ അങ്ങോട്ട് പൈസയും തരാം എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വീഡിയോ അല്ല വേറെ എന്തെങ്കിലും രീതിയിലാണ് കഴിവെങ്കിൽ അത് വളർത്തിയെടുക്കാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ എത്രത്തോളം ഡ്രസ്സ് എടുക്കാനോ കോസ്മെറ്റിക്സ് വാങ്ങാനോ ഒക്കെ ആയിട്ട് ഫുഡ് മേടിക്കാനൊക്കെ ആയിട്ടാണേലും പൈസ എനിക്ക് തരുന്നതിന് വിഷയമില്ല, ഞാനത് എങ്ങനെയും ഉണ്ടാക്കി തന്നോളാന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അപ്പോൾ അമ്മ പറഞ്ഞ ഡയലോഗ് ഇതാണ്, മൂത്ത ആൺമക്കളാണെങ്കിൽ എല്ലാം ചെയ്തോണം, മൂത്ത ആൺമക്കൾ വീട്ടിലുണ്ടെങ്കിൽ അവരെല്ലാവരും അവരുടെ ആരോഗ്യമോ കാര്യങ്ങളോ ഒന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല, എല്ലാവരും വീടിന് വേണ്ടിയിട്ട് കംപ്ലീറ്റ്ലി അങ്ങ് സാക്രിഫൈസ് ചെയ്തോണം. എല്ലാ വീട്ടിലും അങ്ങനെയാണ് നടക്കുന്നത്, എല്ലാ വീട്ടിലെ ആണുങ്ങൾ അങ്ങനെയാണ്. ആണുങ്ങൾ തന്നെ റോബോട്ടാണ് അല്ല, അത് വേറെ, ഇത് പെണ്ണുങ്ങൾ നോക്കുന്ന വീടുകളുണ്ട്, സെൽഫ് സഫിഷ്യൻ്റ് ആയിട്ട് ഓരോരുത്തർ അവരവരെ നോക്കുന്ന വീടുകളുണ്ട്, എല്ലാവരും കൂടെ കോൺട്രിബ്യൂട്ട് ചെയ്ത് ടീം വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. എൻ്റെ വീട്ടിൽ അങ്ങനെ അല്ലായിരുന്നു. എൻ്റെ വീട്ടിൽ ഇത്രയും കാലമായിട്ട് അച്ഛൻ 2019 ഇട്ടേച്ച് പോയതാണ്. അപ്പോൾ തൊട്ട് ഈ 2025 ഒരു 6 വർഷം ഞാനാണ് എൻ്റെ പൈസയ്ക്കാണ് എൻ്റെ കുടുംബം നോക്കിയത്. അതിലൊന്നും എനിക്കൊരു വിഷമവും ഇല്ല, ഇന്നും എനിക്ക് റിഗ്രറ്റ് ഇല്ല. പക്ഷേ ചെയ്ത കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നും ഇനിയും സ്വന്തം ജീവിതം നോക്കാനേ പാടില്ല, നീ കിടന്നിങ്ങനെ ഉരുകി ഉഴച്ചുകൊണ്ടിരുന്നോ അങ്ങ് തീർന്നുകൊണ്ടിരുന്നോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതാണ് എനിക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. കാരണം എൻ്റെ ലൈഫ് ഒന്ന് ശ്വാസം വിടാനെങ്കിലും എനിക്ക് പറ്റണ്ടേ. കാരണം ഇത്രയും കാലം ഞാൻ പഠിത്തം നോക്കി, പഠിത്തത്തിൻ്റെ കൂട്ടത്തിൽ പാർട്ട് ടൈം പണി നോക്കി, അതിനിടയ്ക്ക് എനിക്ക് നാട്ടകം വരെ, അതായത് കോട്ടയം വരെ പോകാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് ലിഫ്റ്റ് തെണ്ടിയിട്ടാണ് ഞാൻ കോളേജിൽ പോയത്. എന്നിട്ട് പഠിച്ച് ഫസ്റ്റ് ക്ലാസ് വിത്ത് ഡിസ്റ്റിങ്ഷൻ വാങ്ങിച്ച് ജോലിയും കിട്ടി. ജോലി കിട്ടിയപ്പോൾ അവിടെ എനിക്ക് വർക്ക് ലൈഫ് ബാലൻസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ നാട്ടിൽ വന്നിട്ട് ഞാൻ ചുമ്മാ ഇരുന്നില്ല. ആരുടെയും പൈസയ്ക്ക് വീട്ടുകാരുടെ കയ്യിലുള്ള അക്കൗണ്ടിൽ സേഫ് ആക്കി വെച്ചിട്ടുള്ള പൈസ വെച്ചിട്ട് ജീവിതം കൊണ്ടുപോകാൻ പോയില്ല. ഞാൻ അന്നും പണിയെടുത്ത്, പറമ്പിലും പണിയെടുത്ത്, അങ്ങനെയാണ് ഗ്രീൻ ഹൗസിനെ ക്രിയേറ്റ് ചെയ്ത് ഇവിടെ ഉണ്ടാക്കി. അതിനിപ്പം സോഷ്യൽ മീഡിയയിൽ ഒരു ഇൻഫ്ലുവൻസർ എന്നുള്ള ലെവലിലോട്ടൊക്കെ കൊണ്ടുവന്ന്, അതും ഇപ്പം ആക്ച്വലി കുറവാണ് എനിക്ക് കിട്ടുന്ന വരുമാനങ്ങൾ. പക്ഷെ അതുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വരുമാനം കുറവായതുകൊണ്ട് അമ്മ വരുമാനം കുറവാണ്, അത് വെച്ചിട്ടേ കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞതുകൊണ്ടാണ് പണിയായിപ്പോയത്. വീട്ടിലോട്ടുള്ള കാര്യങ്ങളിൽ പൈസ കുറയ്ക്കുമെന്നോ ഒന്നുമല്ല പറഞ്ഞത്. അനിയത്തിക്ക് കൊടുക്കുന്ന കാര്യങ്ങളിൽ കുറച്ച് എക്സ്ട്രാ ഫണ്ടുകൾ കട്ട് ചെയ്യേണ്ട സാഹചര്യമാണ്. കാരണം അവളൊന്നും ചെയ്യണില്ല. അങ്ങനെ ഞാൻ കുറേ സമയം കൊടുത്തു, 1 മാസം സമയം കൊടുത്തു, എന്തെങ്കിലും ചെയ്ത് ആ ഒരു ടൈം കഴിയുമ്പോഴെങ്കിലും ചെയ്തു തുടങ്ങിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെയും ഞാൻ സംസാരിച്ചു. അവൾക്ക് ചുമ്മാ ഇങ്ങനെ കേട്ട് പുച്ഛിച്ചു വിടുമെന്നല്ലാണ്ട് ഒരനക്കവും ഇല്ല. അങ്ങനെ ഞാൻ കുറേയും കൂടെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, ഇനി ഒരാഴ്ചയും കൂടെ തരും, എന്തെങ്കിലും ചെയ്ത് തുടങ്ങുന്നുണ്ടെങ്കിൽ ചെയ്ത് തുടങ്ങിക്കോ. പക്ഷെ അല്ലാത്ത പക്ഷം ഒരാഴ്ച കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഈ എക്സ്ട്രാ കാര്യങ്ങളുള്ള ഹെൽപ്പും കാര്യങ്ങളും കട്ട് ചെയ്യും. പക്ഷെ അവൾക്കൊന്നും ചെയ്യുന്നില്ലായിരുന്നു, ഒന്നും അനങ്ങുന്നില്ലായിരുന്നു, ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു ഒഴുക്കായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, ഇനി നിൻ്റെ കാര്യം നീ നോക്കിക്കോളാൻ പറഞ്ഞു. ഗ്രീൻ ഹൗസിൻ്റെ ലാഭവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ സെറ്റിൽ ചെയ്തു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ പ്രശ്നം ഉണ്ടായത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൾ എനിക്ക് സംസാരിക്കത്തില്ല, അപ്പോൾ ഞാൻ അവൾക്ക് സംസാരിക്കത്തില്ല. അപ്പോൾ അമ്മ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ദിവസം രാവിലെ അല്ല, അപ്പോൾ അതിൽ നിന്ന് വേണം തുടങ്ങാനായിട്ട്. കാരണം അവിടെ നിന്നാണ് അനിയത്തിയെ എന്നെയും കൂടെ അമ്മ ക്ലാഷ് ആക്കിയത്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയില്ല, അമ്മയ്ക്ക് എന്നോടൊക്കെ നല്ല കുറിപ്പുണ്ടായിരുന്നു. ഞാൻ അനിയത്തിയെ ഉപേക്ഷിക്കുന്ന രീതിയിലായിരുന്നു അമ്മ കാണുന്നതും എനിക്ക് പെരുമാറുന്നതും. അമ്മയ്ക്ക് വേറൊരു പ്രശ്നം ഉണ്ടായിരുന്നത്, എന്നോട് കൂടുതൽ സ്നേഹം കാണിക്കുന്നു, എന്നെ കെയർ ചെയ്യുന്നു,
എനിക്ക് പീരീഡ്സ് വരുമ്പോഴത്തേക്കും എന്നെ കെയർ ചെയ്യുന്നു. ഇതൊക്കെ കാണുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അതുപോലെ ഞങ്ങൾ ഒന്നിച്ച് പുറത്തു പോകുന്നത്, ഞങ്ങൾ കറങ്ങാനല്ല പോകുന്നത്, ഞങ്ങൾ പണിയെടുക്കാനാണ്. ഞാനും ഇവരുടെ കൂടെ കിടന്ന് പണിയെടുക്കാനാണ് പോകുന്നത്. ഇവളുടെ കരിയറും കാര്യങ്ങളൊക്കെ ഒരു സൈഡിൽ മാറ്റി വെച്ച് എൻ്റെ കൂടെ കട്ടയ്ക്ക് നിന്ന് എൻ്റെ വീട് പോറ്റാൻ വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അല്ലാണ്ട് മാറിയിരുന്ന് അവളുടെ കാര്യങ്ങൾ നോക്കുകയല്ല ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരാൾ എൻ്റെ കൂടെ നടക്കുമ്പോൾ ഞാൻ അവളെ കൊടുക്കേണ്ട കെയർ ഞാൻ കൊടുക്കണം. കാരണം എൻ്റെ കൂടെ എൻ്റെ ലൈഫ് സെറ്റാക്കാൻ വേണ്ടി ഓടി നടക്കുവാണ്. നമ്മുടെ ലൈഫ് എല്ലാം അറിയാം, അവരുടെ ഉൾപ്പെടെയുള്ള ലൈഫ് സെറ്റാക്കാൻ വേണ്ടി ഓടി നടക്കുവാണ്. അപ്പം ഈ പറഞ്ഞ പോലെ അനിയത്തിയായിട്ട് അമ്മയാണ് സംസാരിച്ച് ഒരു ദിവസം ഇഷ്യൂ ഉണ്ടാക്കിച്ചത്. അത്യാവശ്യം ഗ്യാപ്പും കാര്യങ്ങളൊക്കെ മൈൻഡ് തമ്മിൽ വന്ന് അടുത്ത ദിവസം ഞാൻ അമ്മച്ചിടക്കയിൽ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അമ്മച്ചിടക്കെ പറഞ്ഞ്, അമ്മ പൈസ അത്യാവശ്യം ആയതുകൊണ്ട് പൈസ വേണം, അതായത് എൻ്റെ പൈസ, എൻ്റെ ഇവളുടെയും കൂടെ പൈസ, വീടിന് വേണ്ടി ഇട്ടേക്കുന്ന പൈസ ഇപ്പോൾ ഒന്ന് ഫ്രീ ആക്കേണ്ട സമയമായി. അപ്പോൾ അത് ഫ്രീ ആക്കാൻ 2 ഓപ്ഷനുള്ളൂ. ഒന്നെങ്കിൽ കുതിരപ്പന്തിയിലെ വീട് വിൽക്കുകയോ അല്ലെങ്കിൽ അടുത്ത എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പണയം കൊടുക്കുകയൊക്കെ ചെയ്തിട്ട് നമ്മുടെ ആ പൈസ മാത്രം ഫ്രീ ആക്കി തന്നു കഴിഞ്ഞാൽ നമ്മൾ ഇട്ടേക്കുന്ന പൈസ ഇവർക്ക് ഇപ്പോൾ താമസിക്കുന്ന വീടിൻ്റെ ആ കാലാവധി കഴിയുമ്പോൾ തിരിച്ച് കിട്ടുമല്ലോ. അതായത് ഒരു 5-6 മാസം കൂടെ അല്ലേ ഉള്ളൂ. ആ ടൈം കഴിയുമ്പോൾ തിരിച്ച് കിട്ടുമല്ലോ. അപ്പോൾ അതെടുത്തോളൂ. ഇപ്പം നമുക്ക് ഈ സമയത്താണ് ആവശ്യം. അപ്പോൾ ഈ സമയത്താണ് ഈ കാര്യങ്ങൾ ഡീൽ ചെയ്യേണ്ടത്. എൻ്റെ മാത്രം പൈസ ആയിരുന്നാലും കുഴപ്പമില്ലായിരുന്നു. എൻ്റെ പൈസ മാത്രമല്ല ഇവളുടെ പൈസയും കൂടെ ഉണ്ട്. അപ്പോൾ അത് ഞങ്ങൾ പറഞ്ഞു, പുറത്തു പോകുന്നതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്, ഇപ്പം എമർജൻസിയാണ്, അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ കാശ് വേണ്ടത് എന്ന് പറഞ്ഞു. പക്ഷെ അമ്മയ്ക്ക് ഞങ്ങൾ പുറത്തു പോകുന്ന കാര്യത്തിലും വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. എന്നോട് എതിർപ്പുണ്ടായിരുന്നു. എന്നോട് പറഞ്ഞിട്ടുണ്ട്, പയ്യെ പോയാൽ മതി, എല്ലാവർക്കും ഇവിടെ സന്തോഷത്തോടെ ജീവിക്കാം, നിങ്ങളെന്തിനാ ഇപ്പോഴേ പോകുന്നത്, പയ്യെ പോകാം. ഞങ്ങൾ വിചാരിച്ചിരുന്നത് ഞങ്ങൾ പോയി രക്ഷപ്പെട്ടാൽ പയ്യെ അമ്മയും അനിയത്തിയും എല്ലാരെയും കൊണ്ടുപോകാന്നുള്ള പ്ലാനായിരുന്നു. അത് അവരോടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ പോയി കഴിഞ്ഞാൽ അവരെ കൊണ്ടുപോകത്തില്ല എന്നുള്ള ടെൻഷനാണോ, അവരൊറ്റപ്പെട്ടു പോകുന്നുള്ളത് കൊണ്ടാണോ, അതോ ഇനി അവർക്ക് കിട്ടാനുള്ളതൊന്നും കിട്ടത്തില്ലെന്ന് വിചാരിച്ചിട്ടാണോ, ഞാൻ അവരുടെ മോനെ തട്ടിക്കൊണ്ട് പോകുവാണോ? അല്ല, എനിക്ക് മെയിനായിട്ട് തോന്നുന്നത് ഉള്ള കാര്യം പറയാല്ലേ, ഇപ്പോഴത്തെ ഈ രീതിയൊക്കെ കൊണ്ട് തോന്നുന്നത് അവർ പഠിച്ചു കൊടുക്കുന്ന കള്ളമൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് കള്ളക്കേസിലൊക്കെ കൊടുക്കാൻ നോക്കുന്നത്, എന്തായാലും പുറത്തോട്ട് പോകാനിരിക്കുന്നവരെ കൊടുക്കാൻ നോക്കുന്നത് അത് തടയാനുള്ള ലക്ഷ്യത്തോടെ സ്നേഹത്തിന്റെ അല്ല അത് കിട്ടിക്കൊണ്ടിരിക്കുന്ന എക്സ്ട്രാ കാര്യങ്ങൾ കിട്ടാതെ വരുമ്പോഴുള്ള ഫ്രസ്ട്രേഷൻ, അതാണ്. അത്രേ ഉള്ളൂ. അതിനകത്ത് വേറെ സംസാരമൊന്നുമില്ല. നമുക്ക് ഓഹരിയും കാര്യങ്ങളൊന്നും വേണ്ട. നമ്മുടെ ആ ഓൾറെഡി ഇപ്പൊ താമസിക്കുന്ന വീടിന് വേണ്ടി ഞാൻ ഇട്ടേക്കുന്ന എൻ്റെ ഇവളുടെയും കൂടെയുള്ള പൈസ ഫ്രീ ആക്കുക. അല്ലെങ്കിൽ ചിഞ്ചുവിന്റെ ഗോൾഡ് എൻ്റെ വീട്ടുകാർ പറഞ്ഞിട്ടാണ് ആക്ച്വലി കമ്പനിയുടെ പേരിൽ ലോൺ എടുക്കാണ്ട് ഗോൾഡ് ലോൺ എടുത്തത്. അപ്പോൾ അതിനകത്ത് ചിഞ്ചുവിൻ്റെ ഗോൾഡ് തന്നെയാണ് ലോൺ വെച്ചിരുന്നത്. അത് ഓൾറെഡി ഞാൻ അടയ്ക്കുന്നുണ്ടായിരുന്നു. പക്ഷേ കുറച്ചുകൂടെ ഫണ്ട് തീർക്കാനുണ്ടായിരുന്നു. അപ്പോൾ തീർക്കുമ്പോഴല്ലേ ആ ഗോൾഡ് നമ്മുടെ കയ്യിലോട്ട് കിട്ടുള്ളൂ. നമ്മുടെ കിട്ടുമ്പോഴത്തേക്കും അത് തിരിച്ചു കൊടുക്കാം. അപ്പോൾ തിരിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് അതിൽ നിന്ന് 2.5 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയുള്ള സാധനം വിൽക്കുകയോ വല്ലതും ചെയ്തിട്ട് നമ്മുടെ ആ 2.5 ലക്ഷം രൂപ തന്നു കഴിഞ്ഞാൽ നമ്മുടെ കാര്യം സെറ്റിലാവും. അപ്പോൾ നമ്മൾ ഫ്രീ ആയി. പിന്നെ നമുക്ക് അവരൊന്നും തരണ്ട. ഇത്രയും കാലമായിട്ട് അച്ഛൻ തന്നതിന് അക്കൗണ്ടിൽ മിച്ചം വെച്ച് കൊടുത്തേക്കുന്ന ഇപ്പം അമ്മയുടെ അക്കൗണ്ടിൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ലീസിൻ്റെ കിടക്കുന്നത് തിരിച്ച് കിട്ടുമ്പോൾ 7.5 ലക്ഷം രൂപ ആ ഒരു എമൗണ്ട് മാത്രം കിട്ടും. കുതിരപ്പന്തിയിലെ 3.5 സെൻറ്റ് വീടും സ്ഥലവും കിടപ്പുണ്ട്. അതുപോലെ തന്നെ ചിഞ്ചുവിൻ്റെ എത്രയോ ഒരു 10-15 സ്വർണ്ണം, 15-18 എത്രണ്ട പവൻ സ്വർണ്ണം എങ്ങാണ്ട് ഇപ്പം 10-15 തോന്നുന്നു മിച്ചമുള്ളത്. ഇതൊക്കെ അവർക്ക് സ്വന്തമല്ലേ, എൻ്റെ കയ്യിൽ തന്നെ ഉള്ള. ഞങ്ങൾക്ക് അവരുടെ ഒന്നും വേണ്ട, സ്വർണ്ണോ കാശോ സ്ഥലവോ ഷെയറോ ഒന്നും വേണ്ട. ഞങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. ഞങ്ങളുടെ കാശ് ആയിട്ടേക്കുന്ന പൈസ ഇപ്പൊ ആവശ്യമുള്ളതുണ്ട്. അതെ, അത്രേ ചോദിച്ചിട്ടുള്ളൂ. ഈ പറഞ്ഞ പോലെ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം കഴിച്ചുകൊണ്ട് എൻ്റെ കൂടെ എൻ്റെ കഷ്ടപ്പാടുകളിൽ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് എൻ്റെ വൈഫുണ്ട്. അതുപോലെ എനിക്ക് മെറ്റീരിയൽസ് ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പണിയെടുത്തുണ്ടാക്കിയ ഈ ഫോണുണ്ട്, ഐഫോണുണ്ട്. അതുപോലെ എൻ്റെ കാറുണ്ട്. ഇതാണ് എൻ്റെ കയ്യിൽ ആകെ മെറ്റീരിയൽ ആയിട്ടുള്ളത്. അല്ലാണ്ട് കുടുംബസ്വത്തായിട്ട് ഒന്നും കിട്ടിയിട്ടില്ല. കിട്ടുകയും വേണ്ട, നോ പ്രോബ്ലം, ആവശ്യമില്ല. കാരണം എനിക്ക് എൻ്റെ അധ്വാനത്തിൽ കിളുത്താൽ മതി എന്നുള്ളൊരു കൺസെപ്റ്റ് പണ്ടേ ഉള്ളതുകൊണ്ട്. അപ്പം ഈ ഒരു രീതിയിൽ നമ്മൾ സംസാരിച്ച് വന്നപ്പോഴത്തേക്കും അമ്മ പറഞ്ഞു, ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല, വീട് ചിഞ്ചുവിനെ കെട്ടിക്കുമ്പോഴത്തേക്കും വിൽക്കുള്ളൂ, സ്വർണം ചിഞ്ചുവിൻ്റെയാണ്, വിൽക്കത്തില്ല. അപ്പോൾ ചിഞ്ചു ഉടനെ പുറത്ത് വന്നിട്ട് പറഞ്ഞ്, എൻ്റെ സ്വർണം വിൽക്കാൻ പറ്റത്തില്ല, എൻ്റെ സ്വർണം നീ തൊടേണ്ട കാര്യമില്ല. അപ്പം ഞാൻ പറഞ്ഞു, ചിഞ്ചു നീ എന്താ പറയുന്നത്, എനിക്ക് നിൻ്റെ സ്വർണം അടിച്ചു മാറ്റേണ്ട കാര്യമോ ഒന്നുമില്ല. എൻ്റെ 2.5 ലക്ഷം രൂപ എനിക്ക് ഫ്രീ ആക്കാനായിട്ട് വേറെ ഓപ്ഷൻസ് നിങ്ങൾ സെറ്റ് ചെയ്ത് തരുമെങ്കിൽ സെറ്റ് ചെയ്ത് തന്നു. കാരണം എൻ്റെ 2.5 ലക്ഷം രൂപ നിങ്ങൾക്കാണ് തിരിച്ച് ഇതിൻ്റെ കാലാവധി കഴിയുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ ഭയങ്കര സംസാരമൊക്കെ. ഈ സംസാരത്തിൽ മെയിൻ വന്ന പോയിന്റ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, അവളെ പഠിപ്പിച്ചത് നീയല്ല, പഠിപ്പിച്ചത് ഞാനല്ല, അവൾ പഠിച്ചത് ഒന്നും ചെയ്തിട്ടില്ല. അവളുടെ അച്ഛൻ്റെ പൈസക്കാണ് പഠിച്ചത്, അവൾക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല. എന്ന് ഞാൻ പറഞ്ഞു, നിന്നെ പഠിപ്പിച്ചത് ഞാൻ കഷ്ടപ്പെട്ട് പഠിക്കുന്ന സമയത്ത്, ഞാൻ പാർട്ട് ടൈം ആയിട്ട് പണിയെടുത്ത് ലിഫ്റ്റിൽ നിന്ന് കോളേജിൽ പോകുന്ന സമയത്ത് നിന്നെ ഞാൻ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. അത് ആദ്യ വർഷം 10
10,000, രണ്ടാമത്തെ വർഷം 11,000, മൂന്നാമത്തെ വർഷം 12,000 എന്നിങ്ങനെയായിരുന്നു ഡിഗ്രിക്ക്. ബികോം അവൾ പഠിച്ചപ്പോഴത്തേക്കും മിനർവ കോളേജിൽ ഉണ്ടായ ചിലവ്. അതുകൂടാണ്ട് വേറെ എക്സാം ഫീസ്, ട്രാവൽ കാര്യങ്ങൾ, ബുക്ക് കാര്യങ്ങളൊക്കെ ആയിട്ട് 1 രൂപ പോലും അച്ഛൻ്റെ അക്കൗണ്ടിൽ നിന്ന്, അല്ല അച്ഛൻ അമ്മയ്ക്ക് കൊടുക്കുന്ന അക്കൗണ്ടിൽ നിന്ന് 1 രൂപ പോലും ഇറക്കിയിട്ടില്ല. ഞാനാണ് അതെല്ലാം ഡീൽ ചെയ്തത്. അന്ന് പെയിൻറ്റ് പണിയൊക്കെ ആയിരുന്നു. പെയിൻറ്റ് പണിയും പറമ്പ് പണി ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. എനിക്ക് സഹിച്ചേട്ടനായിരുന്നു പണി സെറ്റ് ചെയ്ത് തരുന്നത്. ബിന്ദു ആൻറ്റിയും സന്തോഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇത് പെയിൻറ്റ് പണി എന്ന് പറയുമ്പോഴത്തേക്കും വേറെ പല ചേട്ടന്മാരോട്, സഹിച്ചേട്ടൻ്റെ സൈറ്റുകളുണ്ടാവും, അല്ലെങ്കിൽ സഹിച്ചേട്ടൻ കണക്ട് ചെയ്ത് തരുന്ന കുറേ സൈറ്റുകളിലൊക്കെ ഇങ്ങനെ ഹെൽപ്പറായിട്ട് പോകും. ഹെൽപ്പർ എന്ന് പറയുമ്പോൾ മറ്റേ സാൻഡിങ് ഏതാ പെയിൻറ്റ് ഇതിൻ്റെ പേപ്പർ കൊടുത്ത പണി. എൻ്റെ അളിയ രസമായിരുന്നു അതൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ കഷ്ടപ്പെട്ട് തന്നെയാണ് കുടുംബം നോക്കിയത്, വീട്ടുകാർക്ക് വേണ്ടി ഇതൊക്കെ ഉണ്ടാക്കി കൊടുത്തത്. എൻ്റെ കൂട്ടുകാർ, എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്നവന്മാർ ലാസ്റ്റ് ഇയർ 5 ദിവസം ട്രിപ്പ് പോയപ്പോൾ ഞാൻ 5 ദിവസം ട്രിപ്പ് പോയത് വർക്ക് സൈറ്റിലാണ്. പെയിൻറ്റ് പണിയിൽ പേപ്പർ പിടിക്കാനാണ് പോയത്. ചിഞ്ചുവിന് 2 ദിവസവും 3 ദിവസം കണ്ട ടൂറ് ഞാൻ പൈസ കൊടുത്ത് വിട്ടത്. 2,700 ചിലവാനോ കണ്ട ഞാനാണ് പണിയെടുത്ത് കൊടുത്ത് വിട്ടത്. കണക്കൊക്കെ പറയിപ്പിക്കുന്നത് അവര് തന്നെയാണ്. അതെ, ഞാനൊന്നും ചെയ്തിട്ടില്ല. ഞാനല്ല, അവളുടെ അച്ഛൻ്റെ പൈസയിലാണ് അവൾ പഠിച്ചെന്ന് പറയുമ്പോഴത്തേക്കും എൻ്റെ സൈഡ് ഞാൻ ക്ലിയർ ചെയ്യണ്ടേ. കാരണം അന്ന് ഞാൻ അത്രയും കിടന്ന് മുക്കറായിട്ട് ഓടിയത് എനിക്ക് മറക്കാൻ പറ്റുന്നതല്ല കേട്ടോ. എനിക്ക് അതുകൊണ്ട് തിരിച്ചാരും പൈസ തിരിച്ചു തരണമെന്നോ തിരിച്ചാരും പലിശയോടെ എന്തെങ്കിലും തരണമെന്നോ ഒന്നുമല്ല. ആരുടെയും കുടുംബസ്വത്തും എനിക്ക് വേണ്ട. പക്ഷേ ഞാനൊന്നും ചെയ്തില്ല എന്നൊരു വാക്ക് പറയുമ്പോൾ അതെനിക്ക് മിണ്ടാതിരിക്കാൻ പറ്റില്ല. കാരണം അത്രയും ഞാൻ കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തത്. അതും എൻ്റെ എക്സ്ട്രാ ഉത്തരവാദിത്തങ്ങളല്ല. അവളുടെ അച്ഛന് അവളുടെ അമ്മയുടെ അക്കൗണ്ടിലോട്ട് പൈസ ഇട്ട് കൊടുക്കുന്നതിൽ നിന്ന് അവളെ പഠിപ്പിക്കേണ്ട കാര്യമുള്ളൂ, വീടും അങ്ങനെ നോക്കേണ്ട കാര്യമുള്ളൂ. പക്ഷേ എൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ ഒരു മണ്ടത്തരം വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ പൈസയ്ക്ക് എൻ്റെ കുടുംബം കഴിഞ്ഞാൽ മതി എന്നൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അനിയത്തി പറഞ്ഞ കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അവൾക്ക് ഭക്ഷണം കൊടുക്കുന്നതിൽ വരെ കണക്ക് പറയുന്നു. അതുപോലെ ഇവളെ പഠിപ്പിച്ചത് ഇവളുടെ അച്ഛനാണ്. അവളുടെ അമ്മ പറയുന്നത് മാത്രമേ അവൾക്ക് വിശ്വസിക്കേണ്ട കാര്യമുള്ളൂ. അപ്പം ഞാൻ അമ്മച്ചിടക്ക് ചോദിച്ചു, അമ്മ ഭക്ഷണത്തിൻ്റെ കണക്ക് ഞാൻ എപ്പോഴാണ് പറഞ്ഞത്? ഞാൻ പറഞ്ഞ കാര്യം, ഇവൾക്ക് എക്സ്ട്രാ ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കാനുള്ള ഫണ്ട് എൻ്റെ കയ്യിലില്ല, അവൾ സ്വന്തമായിട്ടൊന്നും ചെയ്യുന്നില്ലാത്തതുകൊണ്ട് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞത്. അതുപോലെ അച്ഛനാണോ, ഞാനല്ലേ പഠിപ്പിച്ചത്, അച്ഛൻ തരുന്ന അക്കൗണ്ടിൽ നിന്ന് അനക്കേണ്ട കാര്യം വന്നിട്ടില്ലല്ലോ. അനക്കിയിരുന്നെങ്കിൽ ഇന്ന് അമ്മച്ചിയുടെ അക്കൗണ്ടിൽ 5 ലക്ഷം രൂപ മിനിമം മിച്ചം വരേണ്ട കാര്യം എങ്ങനെ? എൻ്റെ ഈ പൈസയും കൂടെ കൂട്ടുമ്പോൾ 7.5. അപ്പോൾ 7.5 എന്ന് പറയുന്നത് കൂട്ടണ്ട. ഈ 5 ലക്ഷം രൂപ മിച്ചം വന്നത് എവിടെ നിന്നാണ്? അച്ഛൻ ഇടുന്ന പൈസയിൽ നിന്ന് അനക്കാണ്ട് അത് അവിടെ തന്നെ ഹോൾഡ് ചെയ്ത് കൂട്ടിയിട്ട് ഞാൻ പണിയെടുത്ത് ഇപ്പുറത്തെ സൈഡെല്ലാം ക്ലിയർ ചെയ്തുകൊണ്ടല്ലേ. അപ്പം ഞാനല്ലേ പഠിപ്പിച്ചത്. ഞാൻ ഓരോ വെട്ടവും 6,000 വെച്ചൊക്കെ ഞാൻ ലാസ്റ്റ് 12,000 ഒന്നും അല്ലേ. അപ്പോൾ ലാസ്റ്റ് 12,000-നകത്ത് നിന്ന് 6,000 വെച്ച് 2 വട്ടം ഫീസ് കൊടുത്തൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട്. ആ പൈസയൊക്കെ സെറ്റാക്കാൻ വേണ്ടി ഞാൻ ഓട്ടമൊന്നും ചെറുതൊന്നുമല്ല. എനിക്ക് നല്ല ഓർമ്മയുണ്ട് കേട്ടോ. 1 രൂപ പോലും നമ്മളെ അച്ഛൻ്റെ പൈസയുടെ അകത്ത് നിന്ന് അനക്കിയിട്ടില്ല. അപ്പോൾ ഈ വർത്തമാനമൊക്കെ പറഞ്ഞു കേട്ടപ്പോഴത്തേക്ക് എനിക്ക് കുറേയൊക്കെ ആയപ്പോഴത്തേക്ക് എനിക്ക് മിണ്ടാൻ തോന്നുന്നില്ല. ഇവളുടെ ഉത്തരം തർക്കിച്ച് പറഞ്ഞു നിന്നിട്ടോ ഒന്നും കാര്യമില്ല. ഇവൾ പറയുന്നതെല്ലാം ഭയങ്കര കള്ളത്തരങ്ങളാണെന്നുള്ളത് അവൾ പറഞ്ഞു വരുന്നുള്ളത് അങ്ങനെയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീടുകൾ ലീസിനെടുക്കാൻ വേണ്ടിയിട്ട്, നമ്മൾ താമസിച്ചിരുന്ന വീടുകളൊക്കെ ലീസിനെടുക്കാൻ വേണ്ടിയിട്ട് അവളുടെ സ്വർണം ഞാൻ തിരിമറി ചെയ്തു, അതിൽ നിന്നൊക്കെ ലാഭം ഞാൻ എടുത്തു എന്ന്. അതായത് വീട് ലീസിനെടുക്കാൻ വേണ്ടി ഞാൻ പൈസ ഇറക്കുന്നുണ്ട്, അവരുടെ സൈഡിൽ നിന്ന് അവർ പൈസ ഈ പറഞ്ഞ പോലെ ഗോൾഡൊക്കെ ലോൺ വെച്ചിട്ടും ഒക്കെ ഇറക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ അതെങ്ങനെ ഞാൻ തിരിമറി ചെയ്യണതാവും? അതും ഗോൾഡ് ലോൺ വെച്ചത്, അന്നത്തെ ആ ഗോൾഡ് ലോണൊക്കെ വെച്ചത് അമ്മയുടെ അക്കൗണ്ടിലാണ്, എൻ്റെ അക്കൗണ്ടിലല്ല. അപ്പോൾ അതൊക്കെ എങ്ങനെ ഞാൻ തിരിമറി ചെയ്യുന്നത്? അതൊക്കെ എങ്ങനെ ശരിയാവുന്നത്? അതിൽ നിന്ന് ഞാൻ ലാഭം എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ ശരിയാവുന്നത്? എന്നാൽ ഞാൻ താമസിക്കുന്ന വീടിന് ഞാനാണ് ചിലവ് നോക്കുന്നത്. അവർ അനിയത്തിയൊന്നും ഒരു ദിവസത്തെ പോലും ചിലവ് നോക്കേണ്ടി വന്നിട്ടില്ല. അപ്പോൾ പിന്നെ ഈ പറയുന്നതൊക്കെ എങ്ങനെയാണ്? അപ്പം ഞാൻ തിരിച്ച് സംസാരിക്കാൻ പോകാണ്ട് കുറേയൊക്കെ ഞാൻ മിണ്ടാതെയൊക്കെ വന്നു. കാരണം എനിക്ക് അങ്ങോട്ട് പെരുക്കുന്നുണ്ടായിരുന്നു ഈ കള്ളമൊക്കെ കേട്ടിട്ട്. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവൾ ഈ കള്ളമൊക്കെ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞ് സ്റ്റേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അവൾ ഇവിടെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് നൈസായിട്ട് ഇത് ഇങ്ങനെ ഇരിക്കുക. കുറേ കഴിഞ്ഞപ്പോഴാണ്, അതായത് താഴെ ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്ന ഫോൺ നൈസായിട്ട് ഇങ്ങനെ പൊങ്ങി വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവളിത് പണിയാൻ വേണ്ടിയിട്ടാണ് ഈ കള്ളങ്ങൾ പറയുന്നത്. അതായത് ഉള്ള കാര്യം പറഞ്ഞ് ഒരു ഇഷ്യൂ ഉണ്ടാക്കുന്നതാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം. പക്ഷെ ഇല്ലാത്ത കാര്യം പറഞ്ഞ് ഒരാളെ നൈസായിട്ട് പെടുത്താൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ കള്ളം മാത്രം പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റൊക്കെ ഫുള്ള് സെറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അത് റോങ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ഞാൻ ആദ്യം വിചാരിച്ച് ഫോൺ പിടിച്ച് ഇത് ഡിലീറ്റ് ചെയ്താലോ എന്ന് ആലോചിച്ചു, കാരണം കള്ളം പറഞ്ഞുകൊണ്ട്. പക്ഷെ പിന്നെ ആലോചിച്ച് ഈ ഫോൺ പിടിച്ചു കഴിഞ്ഞാൽ ശരിയാകത്തില്ല, ഇത് കയ്യാങ്കളിയിലോട്ട് പോകും. പിന്നെ ഞാൻ
കുറേയൊക്കെ ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് മൈൻഡിൽ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെനിക്കെതിരെ വേറെ രീതിയിലോട്ട് കൺവേർട്ട് ആവാൻ ചാൻസ് ഉണ്ട്. അതായത് പൈസയ്ക്കൊക്കെ ഈ വീഡിയോ ഒക്കെ വിറ്റ് കഴിഞ്ഞാൽ തന്നെ എന്നെ മൊത്തത്തിൽ ലോക്കാക്കാനൊക്കെ പറ്റും. കാരണം അവൾ പറഞ്ഞ പോയിന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ പഠിപ്പിച്ചതിൻ്റെ കാര്യം, അവളുടെ ഗോൾഡ് വെച്ച് കറക്കി തിരിച്ചിട്ടുണ്ട്, അതിൽ നിന്ന് ഞാൻ ലാഭം ഉണ്ടാക്കിയിട്ടുണ്ട്, 1 രൂപ ലാഭം പോലും അവൾക്ക് കൊടുത്തിട്ടില്ല, ഈ ലാഭത്തിൽ നിന്ന് എന്ത് ലാഭമെന്ന്. അപ്പോൾ ഈ കള്ളങ്ങളൊക്കെ പറഞ്ഞത് ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് അവൾ സ്റ്റേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ പെരുത്തിട്ട് മിണ്ടാതെ നിന്നതുകൊണ്ട് മൗന സമ്മതം എന്നൊരു വൈബിലാണ് അവൾക്കത് ഉദ്ദേശിച്ച പോലെ തന്നെ കിട്ടിയത്. അപ്പോൾ ലാസ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഫോണിൽ കയറി പിടിച്ച സമയത്ത് ഞാൻ ഈ കൈ വെച്ചും പിടിച്ചു. അപ്പോൾ അത് അവൾ തിരിച്ച് മാറ്റുകയും ചെയ്തു, എൻ്റെ കൊങ്ങ കയറി പിടിക്കുകയും ചെയ്തു. അപ്പം ഞാൻ ഇപ്പുറത്തെ കൈ വെച്ച് ആ ഫോണിൽ കയറി പിടിച്ചു. അപ്പോഴത്തേക്കും ഇവളുടെ ഒരു കയ്യിൽ ഫോണും, അതായത് അവളുടെ ഇടത്തെ കയ്യിൽ വലത്തെ കയ്യിലാണ് ഫോൺ, ഇടത്തെ കൈ വെച്ച് ഇങ്ങനെ ഇപ്പുറ സൈഡിലാണ് ഇരിക്കുന്നത്, ഇങ്ങനെ കുത്തിനേറി പിടിച്ച്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നത്, എനിക്ക് ഫോൺ മേടിക്കണം, അത് ഡിലീറ്റ് ചെയ്യണം, അത്ര ഉള്ളതാണ് എൻ്റെ മൈൻഡിൽ. അപ്പോൾ ഉടനെ അമ്മ ഓടി വന്നിട്ട് നേരെ ഇവിടെ നിന്നിട്ട് എനിക്കത് ഞാൻ കുറേ ഏണിയൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ശരിയായ കാര്യങ്ങൾ വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് അമ്മയുടെ സേഫ്റ്റിക്ക് വേണ്ടി, ഇവളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടൊക്കെ ഞാൻ അടി ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും എനിക്ക് ഇത്രയും ക്ലാരിറ്റിയിൽ, ഇത്രയും സ്ലോ മോഷനിലൊന്നും ഞാൻ വിഷ്വൽസ് കണ്ടിട്ടില്ല. ഇത് ഞാൻ വിഷ്വൽസ് കണ്ടതാണ് കേട്ടോ. അതായത് അമ്മ വന്ന് മുമ്പിൽ നിന്നിട്ട് ഞാൻ ഇവളുടെ ഫോണിൽ പിടിച്ചുകൊണ്ടിരിക്കുക, അവൾ എൻ്റെ കൊങ്ങയത്ത് പിടിച്ചിരിക്കുക. അമ്മ വന്നിട്ട് കാണിച്ചു തരാടാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു 3 മാന്ത് എൻ്റെ ഈ വലത്തെ കണ്ണിൻ്റെ ഇവിടെ അല്ലേ പാടുണ്ടോ? നല്ലതായിട്ട് മങ്ങിയിട്ടുണ്ട്. ഇവിടെ കറക്റ്റായിട്ട് മറ്റേ തമിഴൻ, ഇവിടെ മറ്റേ പാടുള്ള തമിഴനെ പോലെയാണ് ചില വീഡിയോസിനകത്ത് ഞാൻ വന്നിട്ടുള്ളത്. കുറച്ചൊരു 1-2 മാസത്തിനിടയിലുള്ള വീഡിയോസ് നോക്കിയാൽ മതി, നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട്. ഈ കഴിഞ്ഞ ഇടയ്ക്കാണ് ഇത് കുറെ കൂടെ മങ്ങിയത് കേട്ടോ. അപ്പം 2-3 മാന്ത് ഇങ്ങനെ പറഞ്ഞിട്ടാണ് കറക്റ്റായിട്ട് ഞാൻ കണ്ടത്. അങ്ങനെയാണ്, അതായത് കാണിച്ചു തരാന്നുള്ള ആ ഒരു വൈരാഗ്യം ഞാനത് മുഖത്ത് കണ്ടു കേട്ടോ. എൻ്റെ അമ്മയുടെ മുഖത്താണ് ഞാനത് കണ്ടത്. അപ്പോൾ എനിക്ക് ആ വേദന ഇതല്ല, എനിക്ക് എൻ്റെ അമ്മ ഇത്രയും വൈരാഗ്യം എന്നോട് ഇങ്ങനെ ഉള്ളിൽ കൊണ്ട് നടക്കുന്നുണ്ടായിരുന്നോ എന്നുള്ളതാണ് എനിക്ക് ആ വേദനയായിട്ട് തോന്നിയത്. ഞാനിത് പറയുമ്പോൾ എൻ്റെ മുഖത്ത് ഞാനത് ആ ഒരു രീതിയിൽ ഞാൻ പറയുമ്പോൾ ഇതെൻ്റെ മുഖത്ത് ചിരിയാൻ വരുന്നെങ്കിലും ഉള്ളിൽ അത്രയും ബുദ്ധിമുട്ടിയിട്ട് തന്നെയാണ് കേട്ടോ ആ സത്യം ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ അതുപോലെ ഈ മാന്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇവളോടി വന്ന് ഇവള് എൻ്റെ കയ്യിൽ കയറി പിടിച്ചിട്ടുണ്ട്, വിടറ ഫോൺ വേണ്ട, അവള് കൊണ്ടുപോട്ടറാന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ ഫോൺ വിട്ടില്ല, കാരണം ഈ കഴുത്തിൽ ഇവിടെ ഇരിക്കുകയാണ്, അവളുടെ കൈ എൻ്റെ കഴുത്തിലിരിക്കുകയാണ്, ഞാൻ ഫോണിൽ പിടിച്ചത്. എനിക്ക് ആ ഫോൺ എങ്ങനെയും മേടിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അമ്മ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്നിട്ട് കൂവി. അതും എനിക്ക് ഓർമ്മയുണ്ട്, കാണിച്ചടാ ഇങ്ങനെയാണ് കൂവിയത്. അങ്ങനെ കൂവിയപ്പോഴത്തേക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആൾക്കാരൊക്കെ ഗേറ്റിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ആരും ഇങ്ങോട്ട് അകത്തോട്ട് വലിഞ്ഞ് കയറിയിട്ടൊന്നും ഇല്ല കേട്ടോ, എല്ലാവരും പുറത്ത് നിൽക്കുകയാണ്. ആൾക്കാർക്ക് ഒരു ഐഡിയ ഇല്ല, കാരണം ഇവിടെ ഭയങ്കര ബഹളം, ഞാനും അവളും കൂടെ ഭയങ്കര ബഹളമൊന്നും കേൾക്കണില്ല, അമ്മച്ചി കൂവി വെച്ചാണ് കേട്ടത്. അപ്പോൾ ആൾക്കാർ വന്ന് വാതിക്കെ കൂടി. അപ്പോഴത്തേക്കും ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവളെൻ്റെ കയ്യിൽ നിന്ന് വിടിയിച്ച്, ഫോൺ അവർ കൊണ്ടുപോട്ടറാ, ഇത്രയും കിട്ടിയത് മതിയായില്ലേ എന്ന് വെച്ചാൽ മാന്തും അതും ഇതൊക്കെ കിട്ടി, നീ വിട്ടേക്കെന്ന് പറഞ്ഞു. അങ്ങനെ ഇവളീ ഫോണും കൊണ്ട് ഇവള് പുറത്തോട്ട് പോയി. അത് ഇവളല്ല, എൻ്റെ അനിയത്തി പുറത്തോട്ട് പോയിട്ട് പറഞ്ഞ് ഗേറ്റ് തുറന്നിട്ട് പുറത്തോട്ട് പോയിട്ട്, അപ്പോഴും ആൾക്കാർ പുറത്തേക്ക് പറഞ്ഞ് എന്നെ ഇവൻ കൊല്ലാൻ നോക്കി, ഭയങ്കര ഉപദ്രവമായിരുന്നു. ഇവിടെയാണ് അവളുടെ കൈയാണ് എൻ്റെ കഴുത്തിലിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും അമ്മ ഇറങ്ങി ചെന്നിട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ തന്നെ ഇരിക്കുക, അവരെന്താണെന്ന് വെച്ചാൽ സംസാരിക്കട്ടെ എന്നുള്ളവർ. അമ്മ ഇറങ്ങി ചെന്നിട്ട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ കുറച്ച് സ്വർണ്ണം അവളുടെ അച്ഛനുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അവൾക്ക് വേണ്ടിയിട്ട്, അത് അവൻ അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട്, അതവൻ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ആ കൊച്ചിനെ കൊല്ലാൻ നോക്കുമായിരുന്നു. അത് കേട്ടപ്പോൾ ഞാൻ മൊത്തത്തിൽ അങ്ങ് എന്തുവാ പറയണ്ടേ, സ്റ്റക്കുമായി ട്രിഗറുമായി അറ്റ് ദ സെയിം ടൈം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റക്കായത് എൻ്റെ അമ്മ എന്നെക്കുറിച്ച് പറയുന്നത് ഞാൻ അവളുടെ സ്വർണ്ണം അടിച്ചു മാറ്റാൻ നോക്കിയെന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോൾ ട്രിഗറായെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ചെന്നിട്ട് ഞാൻ ഒരാളെ കൊല്ലാൻ നോക്കിയെന്നും ഞാൻ ഒരാളുടെ സ്വർണ്ണം അടിച്ചു മാറ്റാൻ നോക്കിയെന്നും പറഞ്ഞ്. 0 ഗോൾഡ് മാരേജ് കഴിച്ച ഒരാളാണ് ഞാൻ. സ്വർണ്ണം അടിച്ചു മാറ്റാനാണ്, സ്വർണ്ണം അർഹതയില്ലാത്ത എടുക്കാനോ ആണെങ്കിൽ ഒരു കല്യാണം കഴിച്ചാൽ എളുപ്പമാണ് പരിപാടി. ആ സമയത്ത് അമ്മ പറയുകയും ചെയ്തു, നിനക്ക് സ്വർണം വേണമായിരുന്നെങ്കിൽ അവളുടെ വീട്ടുകാർ പറഞ്ഞാണല്ലോ തരാന്ന്, നിനക്ക് എന്താ അതിൽ അവളുടെ വാങ്ങിച്ചൂടായിരുന്നോ എന്ന് ചോദിച്ചു. ആ ഒരു പോയിന്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. മാത്രമല്ല സ്ത്രീധനം കൊടുക്കാത്തതിന്റെ പേരിൽ ഇൻഡയറക്റ്റ് ആയിട്ട് പല രീതിയിൽ പല പ്രാവശ്യം അമ്മ എന്നെ കുത്തിയിട്ടുണ്ട്. അപ്പൊ ഈ ടോക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ആക്ച്വലി പറയണമെന്ന് വിചാരിച്ച കാര്യങ്ങളല്ല, പക്ഷെ പറയാണ്ടിരുന്നിട്ട് നിവർത്തിയില്ല എന്നുള്ളതുകൊണ്ട് പറയേണ്ടി വരുന്നതാണ്. അപ്പോൾ ആൾക്കാരൊക്കെ പറഞ്ഞത് ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ നേരെ ഇറങ്ങി ചെന്നിട്ട് പറഞ്ഞ്
ചേട്ടാ ചേച്ചി കാര്യങ്ങൾ ഈ പറയുന്ന പോലെയല്ല, ഇവിടെ ഞാൻ ഫോൺ പിടിക്കാൻ നോക്കി, അതൊക്കെ ഉള്ള കാര്യം തന്നെയാണ്. പക്ഷേ ഇവിടെ കയ്യാങ്കളി നടന്നിട്ടില്ല, സ്വർണ്ണം ആരുടെ അടിച്ചു വരാൻ ഞാൻ നോക്കിയിട്ടില്ല. എൻ്റെ 2.5 ലക്ഷം രൂപ എൻ്റെ ഭാര്യയുടെ കൊണ്ട് 2.5 ഇവിടെ വീടിൻ്റെ ലീസിന് കിടപ്പുണ്ട്, അത് റിലീസാക്കാനേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. എനിക്കിപ്പോൾ പൈസ അത്യാവശ്യം ഉള്ളത് കൊണ്ട് മാത്രമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോഴും ഞാൻ ആൾക്കാർക്കയിൽ പറഞ്ഞില്ല കേട്ടോ, അനിയത്തിയുടെ ഈ ഒരു പോക്ക് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ സംസാരിച്ചതെന്നൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് അവളൊന്നും ചെയ്യുന്നില്ല, അവളുടേതായ രീതിയിൽ അവൾ രക്ഷപ്പെടണം എന്നുള്ളതുകൊണ്ട് അവളുടെ സ്വന്തം കാര്യങ്ങൾ അവൾ സ്വന്തമായിട്ട് നോക്കണം എന്നൊരൊറ്റ കാര്യം മാത്രമല്ലേ ഞാൻ പറഞ്ഞുള്ളൂ. അപ്പോൾ അമ്മച്ചിക്ക് ഞാൻ കല്യാണം കഴിച്ചപ്പോൾ തൊട്ട് ഞാൻ മാറി, ഞാൻ കല്യാണം കഴിച്ചപ്പോൾ തൊട്ട് അമ്മച്ചിയെയും അനിയത്തിയെയും എനിക്ക് അറിയത്തില്ല എന്നൊക്കെ ഉള്ള ടോക്കും കാര്യങ്ങളൊക്കെ ആയത് അപ്പോൾ തൊട്ടല്ലേ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും കുറേയൊക്കെ ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ കലപില പറയുന്നുണ്ട്. കല്യാണം കഴിച്ച് കഴിഞ്ഞപ്പോൾ അതുവരെ ഇവൻ എന്നെ പൊന്നുപോലെ നോക്കുമായിരുന്നു, കല്യാണം കഴിച്ച് കഴിഞ്ഞപ്പോൾ ഇവന് നമ്മൾ ആവശ്യമില്ല, പുറത്ത് കൊണ്ടുപോയി ഭക്ഷണം മേടിച്ചു തരത്തില്ല, കാറിൻ്റെ ഫ്രണ്ടിൽ കയറ്റത്തില്ല, ഭാര്യയ്ക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കുമല്ലോ. എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ ഡ്രസ്സ് എടുത്ത് കൊടുക്കുന്നത് എങ്ങനെയാണ് തെറ്റാവുന്നത്? ഞാൻ അപ്പുറത്ത് വീട്ടിലെ ഗുണ്ട ചേച്ചിക്കൊന്നും ഡ്രസ്സ് എടുത്ത് കൊടുക്കണില്ലല്ലോ. ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് ഡ്രസ്സ് എടുത്ത് കൊടുക്കുന്നത്, എൻ്റെ ഭാര്യ എനിക്ക് വാരിത്തരുന്നത്, വേറെ ആർക്കും അല്ലേ. എൻ്റെ ഭാര്യ എനിക്കല്ലേ, അവളുടെ ഭർത്താവിനല്ലേ വാരിത്തരുന്നത്. അതൊക്കെ എങ്ങനെയാണ് മിസ്റ്റേക്കുകളാവുന്നത്? അപ്പോൾ ആൾക്കാർ ആക്ച്വലി കുറച്ച് കൺഫ്യൂസ്ഡ് ആയി. കാരണം ഞാൻ പറയുന്ന കാര്യങ്ങൾ കുറച്ചുകൂടെ അവർക്ക് കൺവേ ആവുന്നുണ്ട്, അതായത് സത്യസന്ധമായിട്ട് കറക്റ്റായിട്ട് തോന്നുന്നുണ്ട്. മറ്റേതെന്ന് വെച്ചാൽ മരുമോളുടെക്കയിലുള്ള ഏണി, അല്ലെ മകനും മരുമോളുമായിട്ടുള്ള കണക്ഷൻ ഡിക്കയിലുള്ള ഏണി എന്ന രീതിയിൽ നോർമലി നമ്മുടെ സമൂഹത്തിൽ ഒരുപാടുണ്ടല്ലോ. കല്യാണം കഴിച്ചു കഴിഞ്ഞവർക്ക് മിക്കവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഈ ഒരു അവസ്ഥ. കല്യാണം കഴിച്ചവർക്ക് മാത്രമേ അറിയാവുള്ളൂ, അല്ലാതെ പെണ്ണും കിട്ടാതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പാരാപേരെ നടക്കുന്നവന്മാർക്കൊന്നും മനസ്സിലാവുന്നില്ല. അവന്മാർക്കൊക്കെ പെണ്ണ് കെട്ടിയവരോടുള്ള കുരുപ്പാണ് നമുക്ക് പല കമന്റ്സിലും കാണാൻ പറ്റുന്നത്. അത് പണ്ട് തൊട്ട്, അതായത് കല്യാണം കഴിക്കാൻ പോകണമെന്ന് പറഞ്ഞ സമയം തൊട്ടുള്ള കുരുപ്പുകളെ എനിക്കറിയാം. അവന്മാരുടെ ഡയലോഗുകളൊന്നും എനിക്ക് വിഷയമുള്ള കാര്യമല്ല. അപ്പൊ അങ്ങനെ നമ്മൾ ആൾക്കാരൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഒരുത്തൻ അവിടുന്ന് ഓടി വന്നിട്ട് പറഞ്ഞ്, നീ വലിയ പ്രശ്നേഷല്ലേ, നീ മറ്റേ നാട്ടിൽ നന്മയൊക്കെ ഉണ്ടാക്കുന്നില്ലേ, നീ വീട്ടിലെന്തോ ഭയങ്കര പ്രശ്നവും കാര്യങ്ങളാണല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, വീട്ടിൽ പ്രശ്നമാണ് ബ്രോ, നാട്ടിൽ നന്മയും കാര്യങ്ങളൊക്കെ നിങ്ങൾ സോഷ്യൽ മീഡിയ കാണുന്നത് സ്കാമായിട്ട് കൂട്ടിയാൽ മതി, വേറെ ഒന്നും കൂട്ടണ്ട, അത്രയല്ലേ. ഇവിടുന്ന് ഈ ഒരു എക്സ്പീരിയൻസ്, ഈ ഒരു സാഹചര്യം കണ്ടിട്ട് നിങ്ങൾക്ക് അതല്ലേ തോന്നുക, അങ്ങനെ എടുത്താൽ മതി, എനിക്ക് നിങ്ങളെ ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ ന്യായീകരിക്കാനും വരുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ അങ്ങോട്ട് ട്രിഗറായി. കാരണം അവൻ എൻ്റെ കയ്യിൽ ന്യായീകരണമാണ് പ്രതീക്ഷിച്ചത്. അപ്പോൾ അവനൊരു മാതിരി, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തീരുമല്ലോ, ക്യാമറ എടുത്തിട്ട് വീഡിയോ ഓണാക്കട്ടെ. ഞാൻ പറഞ്ഞു, വീഡിയോ ഓണാക്ക്, ഫോൺ ഉണ്ടാ പോക്കറ്റിൽ, ഇപ്പോൾ എടുത്ത് ഓണാക്കെന്ന് പറഞ്ഞു. ഐ ചലഞ്ച് യു ടു ഡു സോ, കമോൺ പ്ലീസ് ബ്രോ പ്ലീസ് എന്നൊക്കെ പറഞ്ഞു. എനിക്ക് കുരുപൊട്ടിയപ്പോഴേ എന്ന് വെച്ചാൽ എന്നെ ഇവൻ ട്രിഗർ ചെയ്യുന്നു. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ ഇത് പോയപ്പോഴത്തേക്കും ഞാൻ കുറച്ച് ഇംഗ്ലീഷൊക്കെ പറഞ്ഞു പോയി. അറിയാണ്ട് ചീത്തയൊന്നും പറഞ്ഞിട്ടില്ല, മാന്യമായിട്ട് ഞാൻ വെല്ലുവിളിക്കുക ചെയ്തത്. അപ്പോൾ ആൾക്കാർ പറയുന്നുണ്ട്, നീ ഇംഗ്ലീഷൊന്നും പറയണ്ടെന്ന്, നീ ചലഞ്ചൊന്നും ചെയ്യണ്ട, നീ ഇംഗ്ലീഷൊന്നും പറയണ്ടെന്ന്. അപ്പോൾ ഇവൻ വീഡിയോ എടുക്കുന്നില്ല, ഇവൻ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ കളിച്ചിങ്ങനെ നോക്കുകയും, അല്ല നീ മറ്റേ സോഷ്യൽ മീഡിയ കിടന്ന് മറ്റേത് മറിച്ചത്. ഞാൻ പറഞ്ഞു, സോഷ്യൽ മീഡിയ മറ്റേത് മറിച്ചത് തന്നെ എന്തേ? അതെ, ഈ പറയുന്ന കേട്ടാ ഞാൻ ഇവന്റെയൊക്കെ വീട്ടിലെ ബെഡ്റൂമിൽ ചെന്നിട്ട് പ്രശ്നേഷ് ആയതുപോലെ ഞാൻ ഈ പറയുന്ന ബെഡ്റൂമിൽ ചെന്നിട്ട് പ്രശ്നേഷ് ആയിട്ടില്ല. അപ്പൊ ആരും എൻ്റെ കയ്യിൽ വന്നിട്ട് നീ മറ്റേതല്ലേ മറിച്ചതല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് ഉണ്ടാക്കാൻ വരേണ്ട കാര്യമില്ല. ഇപ്പൊ വീഡിയോ എടുത്തിട്ട് പോകണം, അത്ര ഉള്ള കാര്യം. അല്ലാതെ വന്നിട്ട് മറ്റേ ഭീഷണിയാ, ഭീഷണി ഉണ്ടായിരുന്നു അവിടെ, നല്ല ഭീഷണി ഉണ്ടായിരുന്നു. മറ്റേ ആ ഗുണ്ടിച്ചേച്ചിയൊക്കെ വന്നിട്ട് പറഞ്ഞത്, ഇവിടെ വേറൊരുത്തനൊക്കെ ഉണ്ട്, അവനൊക്കെ വന്ന സംസാരമൊന്നും ഇല്ല, ആദ്യമേ അടിച്ചേക്കും, അതിനകത്ത് ആണ് പെണ്ണെന്ന് നോക്കത്തില്ല, നിന്നെ അടിക്കും, നിന്റെ പെങ്ങളെ അടിക്കുമെന്ന്. ഈ ആൾക്കാരുടെ ഇടയിലാണ് എൻ്റെ പെങ്ങള് ആ ആൾക്കാരെയും കൂട്ടി എനിക്കെതിരെ കളിക്കുന്നത് എന്ന് ഓർക്കുമ്പോഴാണ് എനിക്ക് തമാശ തോന്നുന്നത്. കാരണം കൂടെ നിൽക്കുന്ന വേറൊന്നും കൊണ്ടല്ല, ഇവനോടുള്ള വിദ്വേഷം കൊണ്ട്. കാരണം വേറൊന്നുമല്ല, ഞാൻ പറഞ്ഞ പോലെ ആരുടെയും ബെഡ്റൂമിൽ കയറി പ്രശ്നേഷ് കളിച്ചതിന്റെ അല്ല, ഞാൻ ഫെയിം ഉള്ള ആളാണ്. സോഷ്യൽ മീഡിയയിൽ ഇവൻ പ്രശ്നേഷ് ആണല്ലോ, അതുകൊണ്ട് അവർക്ക് അതിൻ്റെതായ വിദ്വേഷമുണ്ട്. അതുകൊണ്ടാണ്. അല്ല, എന്ത് വിദ്വേഷം പറഞ്ഞ കാര്യം എന്ത്? ഞാനേ കുറച്ച് കാര്യങ്ങളൊക്കെ ഇടപെട്ടും എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു, സോഷ്യൽ മീഡിയയിൽ ഫെയിം ഉണ്ടാക്കുന്നു, സോഷ്യൽ മീഡിയ കൂടെ വരുമാനം ഉണ്ടാക്കുന്നു, വിച്ച് ദേ ആർ നോട്ട് ഏബിൾ ടു ഡു. അവർക്ക് പറ്റണില്ല, മുക്കറിട്ടിട്ടും പറ്റണില്ല. അവരവിടുന്ന് വീഡിയോ ഒക്കെ മറ്റേ പ്രശ്നത്തിന് അത് കഴിഞ്ഞപ്പോൾ വീഡിയോ ഒക്കെ എടുക്കണുണ്ടായിരുന്നില്ല. എന്നിട്ട് എവിടെ കമന്റ് ബോക്സിൽ കിടന്ന് കോണടിച്ചാൽ മാത്രം പോരാ, എന്തേലും പറയാനുണ്ടെങ്കിൽ സ്വന്തം പേജിൽ പോസ്റ്റ് ആയിട്ടോ വീഡിയോ ആയിട്ടോ ഇട്. അല്ലാണ്ട് കമന്റ് ബോക്സിൽ കയറി കൊണയടിക്കാനായിട്ട് ഈ കൂട്ടത്തിൽ നിന്ന് നിന്റെയൊക്കെ അച്ഛന്മാർ അവിടുന്ന് ഓലിയിട്ടായിരുന്നു. അവന്മാരെ പോലെയാണ് നിന്റെയൊക്കെ അതേ രീതികൾ. പിന്നെ ഈ ഇടി ഉണ്ടായപ്പോഴത്തേക്കും ആ എക്സ്പീരിയൻസ് ഞാൻ വേറെ പറയാം. ഇത് കഴിഞ്ഞിട്ടുള്ള സിറ്റുവേഷനാണ് ഇടിയും കാര്യങ്ങളൊക്കെ ആയത്. ഇടി ഉണ്ടായപ്പോഴത്തേക്കും ഇങ്ങനെ ഒരുത്തിന് ഇടിച്ചിട്ട്, അതായത് എൻ്റെ നെറ്റിൽ നിന്ന് ഇങ്ങനെ ഒരു ഇടി അങ്ങ് പോയി. അപ്പോഴത്തേക്കും ആറാ എന്നെ ഇടിച്ചെന്ന് ഞാൻ ചോദിച്ചപ്പോഴേ ഒരു കിളവൻ ഒരു ഒറ്റ ഓട്ടം എന്നെ ഇടിച്ചിട്ട് കാറിന്റെ വെളിയിൽ നിന്ന്, അവന്റെ പുറത്ത് ഒരുപാട് ആൾക്കാരുണ്ട് അവന്റെ കൂടെ. എന്നിട്ട് ആ കള്ളക്കിളവൻ ഒരൊറ്റ ഓട്ടം ഓടിയത്. ഇത്രയും ധൈര്യമില്ലാത്ത ഈ ഊള ഗുണ്ടകളൊക്കെ
ഗുണ്ടായിസം കാണിക്കേണ്ട കാര്യമുണ്ടോ? ഇവന്മാരുടെ മക്കള് ഈ രീതിയല്ലേ കാണിക്കുള്ളൂ. എനിക്ക് തോന്നുന്നു ആ ഗുണ്ട ചേച്ചിയുടെ ഭർത്താവ് ഗുണ്ടനാണ് ഇയാള്. അപ്പൊ അയാളുടെ ഗുണ്ടൻ മക്കളാണ് അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുത്തത്. അപ്പൊ ഇവർക്ക് ഈ കമന്റ് ഇടലും മറ്റതൊക്കെ അല്ലേ അറിയുള്ളൂ, അതല്ലേ അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ചെയ്തോടാ. ഇഷ്യൂസും കാര്യങ്ങളൊക്കെ അങ്ങ് എലിവേറ്റായി. പക്ഷെ ഞാനായിട്ട് അടി ഉണ്ടാക്കാനും പോയില്ല. ഞാൻ മാക്സിമം അടി കൊള്ളാതിരിക്കാനും എൻ്റെ കാര്യം കറക്റ്റായിട്ട് കൺവേ ചെയ്യാനേ നോക്കിയിട്ടുള്ളൂ. അപ്പോൾ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞ് അമ്മയുടെ കയ്യിൽ അങ്ങനെയാണെങ്കിൽ അവൻ്റെ ആ 2.5 ലക്ഷം രൂപ അങ്ങ് കൊടുത്തേക്ക്, അവനിപ്പോൾ അത്യാവശ്യം ഉള്ളതുകൊണ്ടല്ലേ. അപ്പോൾ ഉടനെ അമ്മ സ്റ്റക്കായി. അമ്മ പറഞ്ഞേ അല്ല ഞാനത് പറയാനിരിക്കുമായിരുന്നു, ഞാനതങ്ങനെ, അതായത് ലോൺ പറയുന്നതിന് മുമ്പ് തന്നെ ഇവൻ പ്രശ്നം ഉണ്ടാക്കിയിരുന്നു, ഞാനത് പറയാൻ വരുമായിരുന്നു. ആ ലോൺ വെച്ചേക്കുന്ന ഗോൾഡിനകത്തുനിന്ന് ആ ലോൺ തീർത്തിട്ട് 2.5 ലക്ഷം രൂപയുടെ സാധനം വിറ്റിട്ട് ബാക്കി കൊടുത്താൽ മതി എന്ന് പറയാൻ പോകുമായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഇങ്ങനൊന്നും അമ്മ പറഞ്ഞില്ലല്ലോ. ഇവിടെ ചിഞ്ചു ഞാനായിട്ട് സംസാരിക്കുമ്പോഴൊക്കെ അമ്മ അത്രയും പ്രശ്നം ഉണ്ടായിട്ട് അത്രയും നേരം നമുക്ക് പറയാൻ പറ്റിയില്ല ആ സാധനമൊന്നും. അത് പറയാനുള്ള സ്പേസ് കിട്ടി കാണത്തില്ല പാവം. ആൾക്കാർ പറഞ്ഞപ്പോ അമ്മ ഇങ്ങനെ പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു ഓക്കെ ശരി ഞാനാണ് പ്രശ്നക്കാരൻ, ഞാനാണ് പ്രശ്നം ഉണ്ടാക്കിയത്, അങ്ങനെ തന്നെ വെച്ചോ. ഇപ്പൊ എന്തായാലും അമ്മച്ചി സമ്മതിക്കുന്നു, ഈ പണയം വെച്ചേക്കുന്ന ഗോൾഡിനകത്തുനിന്ന് ആ പണയം ഒതുക്കിയിട്ട് 2.5 ലക്ഷം രൂപയുടെ സാധനം വിറ്റിട്ട് ബാക്കി ഞാൻ തിരിച്ചു കൊണ്ട് തരുന്നു, ഓക്കെ ആണോ എന്ന് ചോദിച്ചു. ഓക്കെ ആന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു കൺഫേം ആണല്ലോ, 2.5 ലക്ഷം രൂപയുടെ സാധനം ഞാൻ വിൽക്കുന്നു, ബാക്കി തിരിച്ചു കൊണ്ട് തരുന്നു, സെറ്റ്. അപ്പൊ അമ്മ പറഞ്ഞു അതും ഓക്കെയാണ്. ഞാൻ പറഞ്ഞു ഓക്കെ ഏട്ടാ, ഇപ്പം കാര്യങ്ങൾ ക്ലാരിറ്റി ആയി, അങ്ങനെ തന്നെ സെറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞ് ഞാൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരും പോയി, ഞങ്ങൾ അകത്തോട്ട് പോയിട്ട് നമ്മൾ അത്യാവശ്യത്തിന് നമ്മളന്ന് ഇങ്ങോട്ട് വന്നായിരുന്നു. ഇല്ല, നമ്മൾ പുറത്തോട്ട് ഇറങ്ങി. അപ്പൊ അന്ന് ഇങ്ങനെ പുറത്തോട്ട് ഇറങ്ങി. അന്നും ഭക്ഷണം കഴിച്ചിട്ടില്ല, ഭക്ഷണം തരാണ്ടാണ് വഴക്കുണ്ടാക്കിക്കുന്നത്. അങ്ങനെ നമ്മള് പുറത്തോട്ടിറങ്ങി ഭക്ഷണം കഴിച്ചിട്ട് നമ്മള് നേരെ അന്ന് തന്നെ കൊണ്ട് സെറ്റ് ചെയ്യുന്നു അല്ലേ. അന്ന് നമ്മള് കുറച്ച് ഫണ്ട് അറേഞ്ച് ചെയ്തിട്ട് ലോൺ അടച്ചു തീർത്തിട്ട് എന്റെ അനിയത്തിയുടെ ഗോൾഡ് നമ്മുടെ കയ്യിൽ സെറ്റാക്കി. എന്നിട്ട് ഇതിനകത്തുനിന്ന് നമ്മുടെ ഫണ്ട്, അതായത് 2,50,000 കിട്ടിയില്ല. എല്ലാ സാധനവും എന്ന് മുറിച്ചൊന്നും വിൽക്കാൻ പോയില്ലൊന്നും, എല്ലാം പഴയ സാധനങ്ങളായത് കാരണം ഇത് എമൗണ്ട് കൂടുതൽ എന്ന് വെച്ചാൽ ഗ്രാം കൂടുതൽ വന്നെങ്കിലും ഒത്തിരി കാശൊന്നും കിട്ടിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒത്തിരി പഴയ സാധനങ്ങളായിരുന്നു. അതിനകത്ത് ഞാൻ ശ്രദ്ധിച്ച കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് എൻ്റെ അനിയത്തിയുടെ സ്വർണത്തിനകത്ത് കുറച്ച് പുതിയ സാധനങ്ങളോട് ഒരു പ്രത്യേക ഒരു താല്പര്യം ഉണ്ടെന്ന് എനിക്കറിയായിരുന്നു. അപ്പൊ ആ സാധനം ഒന്നും ഞാൻ വിറ്റ് മാറ്റാണ്ട് പഴയ സാധനങ്ങള് അമ്മ എനിക്ക് പണ്ട് പറയുമായിരുന്നു. കാരണം വീട്ടിലെ കാര്യങ്ങൾ ഞാനായിരുന്നു നോക്കുക. അമ്മ പറയുമായിരുന്നു ഈ പഴയ സാധനമൊക്കെ മാറ്റിയിട്ട് പുതിയ സാധനം ആക്കണം എന്നൊക്കെ പറയുമായിരുന്നു. ഈ സാധനം ഞാൻ പഴയ സാധനങ്ങൾ വിറ്റു, കുറച്ച് പൈസ കുറവായിരുന്നു, വേറെ സ്വർണത്തിൽ നിന്നൊന്നും ചെയ്യണ്ടെന്ന് വിചാരിച്ചു. ഞാൻ പറയുന്ന മുഴുവൻ നമ്മൾ കൂടുതൽ വിറ്റു എന്നൊക്കെ പറയുന്നത്. സാരമില്ല, നമ്മുടെ കയ്യിൽ അതിനുള്ള ചീട്ടുണ്ട്, എത്ര സാധനമാണ് വിറ്റതെന്ന്, എത്ര രൂപയാണ് കിട്ടിയെന്നൊക്കെ ഉള്ളത് നമ്മൾ അവർക്കും കൊടുത്തതാണ്. പോലീസ് സ്റ്റേഷനിൽ വെച്ചും കാര്യങ്ങൾ ക്ലിയർ ചെയ്തതാണ്. പക്ഷെ പറയുന്ന പോലെ പറയുമ്പോൾ അങ്ങനെയൊക്കെ പറയുള്ളൂ. അപ്പോൾ ഇതാണ് സ്വർണത്തിന്റെ കാര്യത്തിൽ ഉള്ളൊരു അപ്ഡേറ്റ്. ഇവളുടെ കുറച്ച് സ്വർണം അമ്മയുടെയും എന്റെയും കൂടെ പേരുള്ള, അമ്മയുടെയാണ് ഫസ്റ്റ് പേര്, ഞാനാണ് സെക്കൻഡ് പേര്. ഈ ലോക്കറിൽ അമ്മയുടെ ലോക്കറിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു അമ്മ അതും കൂടെ നമുക്ക് ആവശ്യമുണ്ട്, കാരണം ഈ 2.5 ലക്ഷം കൊണ്ട് തീരത്തില്ല ആവശ്യം, നമുക്ക് കുറച്ചുകൂടെ ഫണ്ടിന്റെ ആവശ്യമുണ്ട് എന്നുള്ളതൊക്കെ പറഞ്ഞു. അവളുടെ ഫീസൊക്കെ അടയ്ക്കേണ്ട സമയമായിരുന്നു. പക്ഷെ അതിന് നല്ല പോസ്റ്റ് ആവുന്നത്, നല്ല പോസ്റ്റ് എന്ന് പറഞ്ഞാൽ അത് എടുക്കണം, എനിക്ക് ഫീസ് അടക്കണമെന്ന് ഞാൻ പറഞ്ഞു. അന്ന് തന്നെ അവർ പിറ്റേ ദിവസം ഏതോ ബന്ധുവിന്റെ വീട്ടിൽ പോയി. വൈകുന്നേരം വരുമെന്ന്, 4 മണിക്ക് മുമ്പ് വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു, വന്നില്ല. അന്ന് നൈറ്റ് അവിടെ സ്റ്റേ ചെയ്തു. പിറ്റേ ദിവസം രാവിലെ ഞാൻ വിളിച്ചു പറഞ്ഞു അമ്മ എനിക്ക് ഫീസ് അടക്കേണ്ടതാണ്. അപ്പൊ വരാന്ന് പറഞ്ഞു. അല്ല, വന്നത് വൈകുന്നേരം. രാവിലെ വരാന്ന് പറഞ്ഞിട്ട് വന്നില്ല, വൈകുന്നേരം വന്നു. എന്നിട്ട് പിറ്റേ ദിവസം വൈകുന്നേരം ഞങ്ങൾ പറഞ്ഞു പോകണം, എന്തായാലും ഇന്ന് ഫീസ് അടച്ചേ പറ്റത്തുള്ളൂ, ലാസ്റ്റ് ഡേറ്റ് ആണ് പറഞ്ഞു. അപ്പൊ അന്ന് പുറത്ത് നിൽക്കുമ്പോഴാണ് വിളിച്ചപ്പോഴത്തേക്ക് അമ്മ പറഞ്ഞ് റെഡി ആയിട്ട് നിൽക്കാന്നൊക്കെ പറഞ്ഞു. അപ്പൊ ചെന്നപ്പോഴത്തേക്കും പുള്ളിക്കാരി സോഫയിൽ അങ്ങ് റെഡി ആയിട്ടൊക്കെ ഇരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ പോവാം എന്ന് പറഞ്ഞു. മറ്റേ അതിന്റെ ലോക്കറിന്റെ താക്കോലൊക്കെ എടുത്തോന്ന് ചോദിച്ചു. അപ്പൊ ഇങ്ങനെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാ പോവാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അനങ്ങണില്ല, അവിടെ തന്നെ അങ്ങ് ഇരിക്കുക. ഞാൻ പറഞ്ഞു അമ്മ പോവാം ബാ. അപ്പൊ ഇങ്ങനെ തന്നെ ഇരിക്കുവോ, അനക്കും ഇങ്ങനെ ഇരിക്കുവോ. ഞാൻ പറഞ്ഞു അമ്മ എനിക്ക് മനസ്സിലായി, ഒരു അടി ഉണ്ടാക്കാൻ, ഏണി ഉണ്ടാക്കാനുള്ള ഒരു പ്ലാനാണ്. ഒരു പ്രശ്നം കൂടെ അവിടെ ഉണ്ടാക്കിയാൽ അന്നത്തെ ആ ഒരു പോക്കും മുടങ്ങി കിട്ടും. ലാസ്റ്റ് ഡേറ്റ് ഫീസ് അടക്കാനും പറ്റത്തില്ല, അത് മൊത്തത്തില് താറുമാറാകണം എന്നായിരുന്നു പുള്ളിക്കാരിയുടെ ലക്ഷ്യം. അപ്പൊ ഞാൻ പറഞ്ഞു അമ്മ അവളുടെ ഗോൾഡാണ്, അവളുടെ ഗോൾഡ് അവളുടെ കാര്യത്തിന് ഉപയോഗിക്കാനുള്ളതല്ലേ, അതൊന്ന് എടുത്ത് കൊടുത്തുകൂടെ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അമ്മയ്ക്ക് അവിടെ അത് കൊണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മറ്റേ സ്ത്രീധന വിഷയമാകുമോ എന്നൊരു പേടി തോന്നി. ഓൾറെഡി സ്ത്രീധന സംസാരങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാൻ പറയുന്നുണ്ട് അമ്മ സ്ത്രീധന സംസാരങ്ങളൊന്നും ശരിയല്ലെന്നൊക്കെ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. അപ്പം ഞാൻ ഇത്
അവളുടെ സ്വർണം അവളുടെ കാര്യത്തിന് കൊടുത്തുകൂടെ എന്ന് ചോദിച്ചപ്പോഴത്തേക്കുവേ എന്റെ പ്രോസസിങ്ങിനും സ്റ്റഡീസിനുമായിട്ട് വേണ്ടി എന്റെ അച്ഛൻ എനിക്ക് തന്ന സ്വർണം അതിൽ ആർക്കും അവകാശമില്ല. അത് കുറെ പോസ്റ്റ് വന്നിട്ടാണ് അത് എടുത്തു തന്നത്. അത് ഒട്ടും താല്പര്യമില്ലായിരുന്നു പുള്ളിക്കാരിക്ക് ആ സ്വർണം കൂടെ വേണമെന്നുള്ള. അതായത് ഈ പറഞ്ഞ പോലെ ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ഉടനെ എണീറ്റിട്ട് അപ്പോ ഞാൻ വന്നേക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ പോലെയാണ് എന്റെ ലോക്കറിൽ കൊണ്ട് സ്വർണം വെച്ചെന്ന് പറഞ്ഞു. ഈ ടോൺ അല്ലായിരുന്നു. ഞാൻ പറഞ്ഞുകൊണ്ടാണ് എന്റെ ലോക്കറി വെക്കാനായിട്ട് ഞാൻ പറഞ്ഞ പോലെ അമ്മ മറ്റോളെ ബുദ്ധിമുട്ടിക്കാനായിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് ട്രിഗർ ആവുക. അപ്പൊ ഞാൻ മിണ്ടിയില്ല. കാരണം എന്ന് വെച്ചാൽ എനിക്കറിയാം അന്നത്തെ ദിവസം എങ്ങനെയും ഒന്ന് എന്നെ ട്രിഗർ ആക്കണമെന്നുള്ളതും ഒരു പ്രശ്നം സംസാരം ഉണ്ടാക്കിയിട്ട് അന്നത്തെ ആ ഒരു ടൈം സ്ലോട്ട് കട്ടണം. അങ്ങനെ ബാങ്ക് ടൈം കഴിയുമ്പോൾ വേണേ വരാം എന്നുള്ളൊരു വൈബിലായിരുന്നു വഴക്കുണ്ടാക്കിയിട്ട്. അപ്പം ഞാൻ മിണ്ടിയില്ല. ഞാൻ മിണ്ടാതെ പോയി വണ്ടി കയറി ഡോറൊക്കെ തുറന്ന് വണ്ടിക്കകത്ത് കയറ്റി ബാങ്കിൽ കൊണ്ടുപോയിട്ട് അവളുടെ സ്വർണം ഡീൽ ചെയ്ത് കൊടുത്തു. അത് കഴിഞ്ഞ് അമ്മയെ തിരിച്ച് കൊണ്ട് വീട്ടിലാക്കി. അപ്പോൾ ഈ ഒരു ടൈമിൽ അമ്മച്ചിക്ക് അറിയത്തില്ല ഞാൻ മറ്റേ ഗോൾഡ് ലോൺ അടച്ചു തീർത്തിട്ട് എൻ്റെ 2.5 സേഫാക്കിയ കാര്യം. അമ്മച്ചിയുടെ അനുഭവത്തോടു കൂടി 2.5 സേഫാക്കിയായിരുന്നു. പക്ഷേ നമ്മളത് പറഞ്ഞിട്ടില്ല, മറ്റേ ഗോൾഡ് ലോൺ തീർത്ത കാര്യം പറഞ്ഞിട്ടില്ല. കാരണം വേറെ ഒന്നുമല്ല, ഗ്രീൻ ഹൗസിൻ്റെ കാര്യത്തിൽ എനിക്കൊരു ഒപ്പ് കിട്ടാറുണ്ട്. അനിയത്തിയാണ് ഞാൻ ആക്ച്വലി ഒരു സ്നേഹത്തിൻ്റെ പേരിൽ ഗ്രീൻ ഹൗസ് ക്ലീനിങ് സർവീസസ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ പാർട്ണറാക്കി എഴുതി ചേർത്തത്. അതിനുള്ള ലാഭവിഹിതവും അന്ന് വരെയുള്ള എല്ലാ കാര്യങ്ങൾക്കും ഫണ്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ഡീൽ ചെയ്ത് കൊടുത്തിട്ടുള്ളതാണ്. പക്ഷേ ഈ സംസാരം വന്നപ്പോൾ ഇവളുടെ സ്വർണത്തിൻ്റെ സംസാരം വന്നപ്പോഴത്തേക്കും ഗ്രീൻ ഹൗസിൻ്റെ ഷെയറിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരം തുടങ്ങി. ഇവർക്ക് ലാഭമൊന്നും നമ്മൾ ആവശ്യത്തിനുള്ള കൊടുത്തിട്ടില്ല എന്നൊക്കെ ഉള്ളതായി. അപ്പം ഞാൻ പറഞ്ഞടി കമ്പനി നീ നടത്തിയിട്ട് അതിനകത്ത് എപ്പോഴും പറയുമായിരുന്നു അവള് സ്ലീപ്പിംഗ് പാർട്ണറാന്ന്. അപ്പം ഞാൻ പറഞ്ഞടി സ്ലീപ്പ് ആവണ്ട, നീ ഇപ്പോൾ ഒന്നും ചെയ്യണില്ലല്ലോ, അപ്പം നീ കമ്പനി നടത്തിയിട്ട് നിനക്കപ്പം മനസ്സിലാവുമല്ലോ കാര്യങ്ങൾ എങ്ങനെയാണ്. എന്നിട്ട് നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ ലാഭം എടുത്തിട്ട് എൻ്റെ ലാഭം എനിക്കിതാ. എന്ന് ഇത്രയും കാലം നമ്മൾ അവളെ ഒരു രീതിയിൽ ബുദ്ധിമുട്ടിക്കാണ്ട് അവൾക്ക് ലാഭം കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ തിരിച്ചതാ. അപ്പോൾ അതൊന്നും പറ്റത്തില്ല, നിങ്ങൾ പൈസ ഉണ്ടാക്കിയിട്ട് എനിക്കിതാ എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരി പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഒപ്പ് കിട്ടാനായിട്ട് ഈ ഡോക്യുമെന്റ്സ് വരണമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇത് കൊടുക്കാം എന്ന് വെച്ചാൽ അങ്ങോട്ടുള്ളതും ഇങ്ങോട്ടുള്ളതും ഒക്കെ ഡീൽ ചെയ്ത് സോൾവ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഇരുന്നത്. പേപ്പർ വന്നപ്പോഴത്തേക്ക് ഞാൻ അതും കൊണ്ട് അവിടെ പോയിട്ട് പറഞ്ഞ് എനിക്ക് ഇതിനകത്തൊരു ഒപ്പിട്ട് തരണം. അപ്പം അവിടെ പുതിയ പേപ്പറായി. അവിടെ ഈ ലീസിന്റെ വീടിന്റെ ഡീല് എൻ്റെ പേരിലാണ് എഴുതിയേക്കുന്നത്, എൻ്റെ അക്കൗണ്ടിൽ നിന്നാണ് ട്രാൻസ്ഫർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിന് തിരിച്ച് ട്രാൻസ്ഫർ അമ്മച്ചിയുടെ അക്കൗണ്ടിലോട്ട് മതി എന്നുള്ള പേരും പറഞ്ഞിട്ട് ഒരു പുതിയ എഗ്രിമെൻ്റ് അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഒപ്പിടണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് ഒപ്പിടാം, ഒരു കുഴപ്പമില്ല. തിരിച്ചു തരാനുള്ള ബാക്കി ഗോൾഡ് ഞാൻ കറക്റ്റ് ഇത്ര 240 ചില്ലുവാനത്തിൻ്റെ വിറ്റിട്ടുള്ളൂ, ബാക്കി ഗോൾഡ് ഞാൻ തിരിച്ചു തരുന്നുണ്ട്, ആ വിറ്റേൻ്റെ ഡീറ്റെയിൽസും തരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും പറ്റൂല. കാരണം ഞാനിത് വിറ്റപ്പോൾ ഒരു 3-4 ദിവസം മുന്നെയാണ് വിറ്റത്. അപ്പോൾ അതിനേക്കാൾ ഒരു 3000-4000 രൂപ കണ്ട കൂടുതലുണ്ട് ഗോൾഡ് റേറ്റ്. അപ്പോൾ ആ ഗോൾഡ് റേറ്റിൽ ഉള്ള പൈസ ഞാൻ എക്സ്ട്രാ കോമ്പൻസേറ്റ് ചെയ്യണമെന്നാണ് പറയപ്പെടുന്നത്. ഞാൻ പറഞ്ഞു അതൊന്നും നടക്കുന്ന കാര്യമല്ല, അമ്മ എനിക്ക് പറഞ്ഞത് കൊണ്ട് മാത്രമാണ്, പറഞ്ഞ് സമ്മതം ഉള്ളതുകൊണ്ടാണ് ഞാനിത് വിറ്റത്, അല്ലാതെ ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല. എൻ്റെ 2.5 മാത്രമുള്ളത്, 2.5 ഉള്ളത് പോലും വിറ്റിട്ടില്ല. അപ്പോൾ ഇത് നിങ്ങൾക്ക് തരുന്നു, ഞാൻ നിങ്ങൾക്കുള്ള ഒപ്പിട്ട് തരുന്നു, ഗ്രീൻ ഹൗസിൻ്റെ കാര്യത്തിൽ തിരിച്ച് ഒപ്പിട്ട് തരുന്നു. ഞാൻ 3000 രൂപ അവൾ ഗ്രീൻ ഹൗസിൽ ഇട്ടേക്കുന്നത് തിരിച്ചു തരുന്നു. ഓൾറെഡി ഷെയറും കാര്യങ്ങളും ആ 3000 തന്നെ ഗ്രീൻ ഹൗസിലോട്ട് ഇടിയിച്ചത് ഞാൻ അവൾക്ക് പൈസ കൊടുത്തിട്ട് അവളെ കൊണ്ടാണ് ഇടിയിച്ചത്. എന്നുവെച്ചാൽ എൻ്റെ പൈസയാണത്, വേണ്ട കുഴപ്പമില്ല, അവളുടെ അക്കൗണ്ടിൽ നിന്നാണല്ലോ വന്നത്, അപ്പോൾ തിരിച്ച് ഞാൻ അക്കൗണ്ടിലോട്ട് ഇട്ട് കൊടുക്കാവുന്ന കാര്യമൊക്കെ പറഞ്ഞിട്ട് പോലും ഞങ്ങളപ്പോൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആ സ്ലിപ്പ് ഇവർ കയ്യിൽ മേടിച്ചു, ഗോൾഡ് വിറ്റതിൻ്റെ സ്ലിപ്പ് മേടിച്ചിട്ട് ഗോൾഡ് മേടിച്ചില്ല, ഞങ്ങളെ പുറത്താക്കിയിട്ട് വാതിൽ പൂട്ടിയിട്ട് അവരകത്തിരുന്ന്. ഞാൻ കുറച്ചു നേരം വെയിറ്റ് ചെയ്ത് നോക്കി, എനിക്ക് മനസ്സിലായി ഇവരുടെ പ്ലാൻ വേറെ എന്തോ ആണെന്ന്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നില്ല, ഞങ്ങൾ തിരിച്ച് പോന്നേച്ച്. പിറ്റേ ദിവസം രാവിലെ പോലീസ് സ്റ്റേഷനിൽ നിന്നൊരു കോള്, ഞങ്ങൾ ബാങ്കിൽ നിൽക്കുവാണ്, ഞാൻ പറയില്ലേ ഫണ്ടിൻ്റെയൊക്കെ കാര്യങ്ങളുടെ ഇടയിൽ നിൽക്കുവാണ്. അപ്പോൾ കോള് വന്നിട്ട് പോലീസുകാരൻ പറഞ്ഞ്, പോലീസുകാരൻ കോള് വന്നു വെച്ച് കഴിഞ്ഞാൽ ബാങ്കിൽ നിൽക്കുന്നതുകൊണ്ട് മിസ് കോൾ കണ്ടില്ല, ഫോൺ സൈലൻ്റ് ആയിരുന്നു. ഞങ്ങൾ 2 പേരെയും ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു. 2 പേരെയും ഫോണിൽ പടപടന്ന് കോൾ വന്നപ്പോഴത്തേക്കും ഒരു 5 മിനിറ്റിന്റെ ടൈമിനുള്ളിൽ കോൾ വന്നപ്പോഴത്തേക്കും ഞങ്ങൾ അറിഞ്ഞില്ല. ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്കും ഓൾറെഡി ഇവളുടെ അച്ഛനെ വരെ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു പോലീസുകാർ. ഇവളുടെ അച്ഛന് ഓൾറെഡി ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ പുള്ളിയെ വരെ പോലീസിനെ കൊണ്ട് വിളിപ്പിച്ച്. അതൊക്കെയാണ് നമുക്ക് ഇപ്പം എന്നോടുള്ള ഇനി എന്നോട് തീർക്ക്, എൻ്റെ വൈഫിൻ്റെ വീട്ടുകാരോടൊക്കെ അത് തീർക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകാത്തത്. അപ്പോൾ നമ്മൾ പോലീസുകാരനെ തിരിച്ചു വിളിച്ചു. അപ്പോൾ അവർ പറഞ്ഞ് കംപ്ലയിൻറ്റ് കിട്ടിയിട്ടുണ്ട്, ഞാൻ അനിയത്തിയെ കൊല്ലാൻ നോക്കി എന്ന പേരും സ്വർണം തട്ടിയെടുത്തു എന്ന പേരിലും ഒക്കെ കേസ് വന്നിട്ടുണ്ട്, ചെല്ലണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ വൈകുന്നേരം അങ്ങോട്ട് ചെന്നു, ഉള്ള കാര്യങ്ങൾ ഉള്ള പോലെ പറഞ്ഞു.
പോലീസുകാരൻ ചോദിച്ചപ്പോൾ ഞാൻ ഉള്ള കാര്യങ്ങൾ കറക്റ്റായിട്ട് പറഞ്ഞു, ഇന്ന പോലെയാണ് കാര്യങ്ങൾ, എല്ലാ A to Z കാര്യങ്ങൾ പറഞ്ഞപ്പോഴത്തേക്കും പോലീസുകാരൻ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ സൈഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ കൊണ്ട് ഫോൺ വിളിപ്പിച്ചിട്ടില്ല. എനിക്ക് ഫോൺ വിളിക്കാനായിട്ട് വലിയ പാർട്ടിക്കാരോ ആൾക്കാരോ ആരുമില്ല. സോഷ്യൽ മീഡിയ അപ്പോഴും ഞാൻ ഈ വിഷയങ്ങൾ സോഷ്യൽ മീഡിയയിലാക്കിയിട്ടില്ല. സോഷ്യൽ മീഡിയ ഉണ്ടെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല സോഷ്യൽ മീഡിയയിൽ ഇവൻ ഇരുന്നുകൊണ്ട് ഇവനോട് മാന്യമായിട്ട് പെരുമാറണമല്ലോ എന്ന് അധികാരികൾ വിചാരിച്ചേക്കാം. പക്ഷേ അതുപോലും ഞാൻ ചെയ്യില്ല. കാരണം ഓപ്പോസിറ്റ് ഇരിക്കുന്ന വീട്ടുകാരാണ്, അടി കൊള്ളുവാണെങ്കിൽ കൊള്ളട്ടെ എന്ന് ഞാൻ വിചാരിച്ചത്. പിന്നത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെയൊക്കെ സൈഡിൽ ഈ പറഞ്ഞ നാട്ടിലെ ഗുണ്ട ചേച്ചിമാരൊക്കെ പാർട്ടിക്കാരാണ്. അപ്പോൾ അവരൊക്കെ ഇതിനകത്തുണ്ട്, മറ്റേ UDFൻ്റെ ആൾക്കാരാണെന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ അവരൊക്കെ ഇതിനകത്ത് ബാക്കപ്പ് നിൽക്കുന്നുണ്ട്. എന്നാലും ഞാൻ നെഞ്ചി പിരിച്ച് ചെയ്യുന്നു. എൻ്റെ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് പോലീസുകാരൻ എൻ്റെ ചോദിച്ചു ഗോൾഡ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സാറേ ഗോൾഡ് ഇന്നലെയും കൊടുക്കാൻ വന്നതാണ്. അപ്പോൾ അവരാണ് ഞങ്ങൾ പുറത്താക്കിയത്. ഇന്നും കൊടുക്കാമെന്ന് പറഞ്ഞ് വണ്ടിയിൽ നിന്ന് ഗോൾഡ് എടുത്ത് കൊടുത്തു. അതുപോലെ അവർ പറയുന്നത് പേപ്പറിൽ ഞാൻ ഒപ്പിട്ട് എടുക്കാമെന്ന് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഗ്രീൻ ഹൗസിൻ്റെ കാര്യത്തിൽ അവളെ കൊണ്ട് ഞാൻ ഇറക്കിപ്പിച്ചേക്കുന്ന എൻ്റെ പൈസ ഞാൻ അങ്ങോട്ട് തിരിച്ചു കൊടുക്കാം, ഇതിനകത്ത് ഒപ്പിടണമെന്ന് പറഞ്ഞു. ഇതിനകത്ത് വേറെന്താണ് അപ്പൊ ഉപദ്രവിച്ചു എന്നൊക്കെ പറഞ്ഞില്ലേ, അതൊക്കെ കള്ളത്തരമാണെന്ന് അവർക്ക് മനസ്സിലായി. സത്യമാണെന്ന് മനസ്സിലായിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഇവന്റെ പേരിൽ കേസ് എടുക്കത്തില്ലേ? കേസ് എടുത്തില്ല. കാരണം കള്ളത്തരമായിരുന്നു. മെഡിക്കൽ സർട്ടിഫിക്കറ്റ്സോ കാര്യങ്ങളോ ഇല്ലാന്ന് മാത്രമല്ല ഒരൊറ്റ പാട് പോലും മുഖത്തില്ല. എന്നാൽ എന്റെ മുഖത്ത് പാടും ഉണ്ടായിരുന്നു. അമ്മച്ചി മാന്തിന് ഞാൻ ഉള്ള കാര്യം ഉള്ള പോലെ കറക്റ്റ് രീതിയിൽ പറഞ്ഞു കൊടുത്തു. ആ പോലീസുകാരന് കാര്യങ്ങളെല്ലാം മനസ്സിലായി. പുള്ളിക്കാരൻ പറഞ്ഞ കാര്യം ഇതാണ്, മിക്ക വീട്ടിലുള്ളതാണ് അമ്മയും പെങ്ങളും കൂടെ കല്യാണം കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഉള്ള ഈ ഒരു ഉപദ്രവം. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ ചെയ്യരുത്. കാരണം ഇവൻ നിങ്ങളെ ഇത്രയും കാലം നോക്കിയിട്ടില്ലേ, അവനൊരു നല്ല പയ്യനാണ്, മനസ്സിലായത് വെച്ചിട്ട് അവനൊരു നല്ല പയ്യനാണ്. അവൻ കഷ്ടപ്പെടുവാണ് ജീവിക്കാൻ വേണ്ടിയിട്ട്. ഈ പാടത്തും പറമ്പത്തും ഒക്കെ പണിയെടുത്തും വാട്ടർ ടാങ്കിലൊക്കെ പണിയെടുത്തും എന്ത് ലാഭം ഉണ്ടാക്കാനാണ്? ഉണ്ടാക്കുന്ന ലാഭം അവൻ കാണിക്കുന്നുണ്ട്, അത് നിങ്ങൾക്ക് തരുന്നുണ്ട്, അവൻ ഫയൽ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചല്ലേ തരാൻ പറ്റുള്ളൂ, അത് അവൻ തരുന്നുണ്ടല്ലോ. ഞാൻ ഓർത്തിൻ്റെ ദൈവം ഇവിടെ എന്തെങ്കിലും മാജിക്ക് സംഭവിച്ചാൽ എന്നുവെച്ചാൽ ഇവിടെ എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ ഞാനിത് പ്രതീക്ഷയല്ല പോയത്. ഒരു സ്ത്രീ കൊണ്ട് കംപ്ലൈൻറ്റ് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഓർത്ത് തന്നെ പൂട്ടിയെന്ന്. പക്ഷേ ഞാൻ കാര്യങ്ങളുള്ള പോലെ പറഞ്ഞുകൊണ്ടായിരിക്കണം പുള്ളിക്കാരനത് മനസ്സിലായതുകൊണ്ട് പുള്ളിക്കാരൻ പറഞ്ഞ് നിങ്ങളായിട്ട് ഇവനെ ഇനിയും ബുദ്ധിമുട്ടിക്കാനോ വെറുപ്പിക്കാനോ പോകാതിരിക്കുക, അവനെ ജീവിക്കാൻ അനുവദിക്കുക എന്നാണ് പറഞ്ഞത്. അതുപോലെ അവൻ്റെ ഭാര്യയെ ബുദ്ധിമുട്ടിക്കുകയോ ഉപദ്രവിക്കുകയോ ചെയ്യരുത്. കാരണം മിക്ക സ്ഥലങ്ങളിലും ഉള്ളതാണ്, അത് റിപ്പീറ്റ് ആവരുതെന്നാണ് അവർ പറഞ്ഞ് താക്കീത് ചെയ്തിട്ട് വിട്ടപ്പോഴത്തേക്കും പോലീസുകാരൻ പറഞ്ഞത് മറ്റേ ലീസിൻ്റെ പേപ്പറിൽ വേണമെങ്കിൽ നിനക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം ഒപ്പിട്ടാൽ മതി, എന്നെ നിർബന്ധിച്ചൊന്നുമില്ല. ഞാൻ പറഞ്ഞു സാറേ അതൊക്കെ ഞാൻ ഓക്കെ, ഞാൻ അങ്ങോട്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഇനിയും ചെയ്യാൻ റെഡിയാണ്, ചെയ്യാൻ വേണ്ടിയാണ് തലേദിവസം പോയത്. അപ്പോഴാണ് അവർ നമ്മളെ പുറത്താക്കി പൂട്ടിയത്. ഞാൻ പോലീസ് സ്റ്റേഷനിൽ വെച്ചിട്ട് ഈ പറഞ്ഞ ലീസിൻ്റെ പേപ്പറിൽ എൻ്റെ അക്കൗണ്ടിലോട്ട് തിരിച്ചു വേണ്ട, ഈ ലീസിൻ്റെ ടൈം കഴിയുമ്പോൾ അമ്മയുടെ അക്കൗണ്ടിലോട്ട് തിരിച്ചു കൊടുത്താൽ മതി എന്നുള്ളത് ഒപ്പിട്ട് കൊടുത്തു. കാരണം ഇപ്പോൾ ആ പൈസ അവരുടെ പൈസയാണല്ലോ, അത് അവർക്ക് തന്നെ കിട്ടേണ്ടതല്ല, അത് എനിക്ക് കിട്ടിയിട്ട് ഞാൻ അങ്ങോട്ട് അയക്കുന്നവരെ അവർ ബുദ്ധിമുട്ടുണ്ട്, ഞാനത് ഒപ്പിട്ട് കൊടുത്തു. അതുപോലെ ഗ്രീൻ ഹൗസിൻ്റെ പൈസ ഞാൻ അയച്ചു കൊടുത്തു. അപ്പം അവൾ അതിനകത്ത് ഒപ്പിട്ട് തന്നു. പിന്നെ അതുപോലെ ഗോൾഡ് നമ്മൾ ഓൾറെഡി പോലീസ് CIയുടെ മുമ്പിൽ വെച്ചാണ് കൊടുത്തത്, കൈമാറിയത്. കാര്യം സോൾവായി. അങ്ങനെ നമ്മൾ നേരെ ഇങ്ങോട്ടാണ് വന്നത്. എന്ന് വെച്ചാൽ ഞാൻ വൈഫിൻ്റെ വീട്ടിലോട്ടാണ് വന്നത്. കാരണം എൻ്റെ വീട്ടിൽ ഈ പറഞ്ഞ പോലെ കള്ളക്കേസിൽ വരെ കൊടുക്കാൻ നോക്കിയിട്ട് മൊത്തത്തിൽ നമുക്ക് അവരുമായിട്ടുള്ള ആ ഒരു കമ്മിറ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. പിന്നെ എൻ്റെ അമ്മ കുറേ ഡയലോഗ്സ് അതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞു, അതൊക്കെ നമ്മുടെ കയ്യിൽ ഓഡിയോ റെക്കോർഡ്സ് ആയിട്ടുണ്ട്. അമ്മ പറഞ്ഞ കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസുകാരൻ എന്തൊക്കെ പറഞ്ഞത്, മോനെ നിൻ്റെ വളർച്ചയിൽ നീ നല്ല കഴിവുള്ളവനാ, നീ കൊള്ളാം, അടിപൊളിയാണ്. ഇതിനകത്ത് നിൻ്റെ വളർച്ചയിൽ നിൻ്റെ കൂട്ടുകാർക്കോ നിൻ്റെ ഭാര്യയ്ക്കോ ഒക്കെ എപ്പോഴേലുമൊക്കെ ഒരു കുശുമ്പ് തോന്നിയേക്കാം. പക്ഷെ ഒരു കാരണവശാലും കുശുമ്പ് തോന്നാത്തതാണ് നിന്റെ അമ്മയ്ക്കും പെങ്ങൾക്കും. പക്ഷെ എൻ്റെ കാര്യത്തിൽ കുശുമ്പ് ഇവിടെ രണ്ടിടത്താണ്, അമ്മയ്ക്കും പെങ്ങൾക്കുമാണ് കുശുമ്പ്. കാരണം അവർ പറഞ്ഞ ഡയലോഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഡിയോസും ഉണ്ട് കേട്ടോ, അത് ഞാൻ വേറെ ഏതെങ്കിലും അവസരത്തിൽ കേൾക്കുക. പറഞ്ഞ ഡയലോഗ്സ് എന്ന് പറഞ്ഞാൽ അവനിപ്പം ഗ്രീൻ ഹൗസ് വിപുലീകരിച്ച് ഇപ്പം പ്രൊമോഷൻസ് ആണ് സാറേ, അതുകൊണ്ടാണ് ജീവിക്കുന്നത്, പണിക്ക് പോലും പോകണില്ല, പണി കിട്ടുന്നില്ല എന്നുള്ളതല്ല, ഗ്രീൻ ഹൗസ് വിപുലീകരിച്ച് അതുകൊണ്ട് പണിക്ക് പോലും ഉള്ള പ്രൊമോഷൻസ് ആണ്, പൈസയാണ്, മുഴുവൻ പൈസയാണ്. അപ്പം ഞാൻ മറ്റേ യൂട്യൂബിൻ്റെയും ഫേസ്ബുക്കിൻ്റെയൊക്കെ വരുമാനം എടുത്ത് കാണിച്ചു കൊടുത്തു. സാറേ യൂട്യൂബിൽ ഈ പറഞ്ഞ പോലെ 1000 ചില്ലുവാനും രൂപയാണ്, ഇത്ര ഡോളറിന് ഇത്ര കൺവേർട്ട് ചെയ്യുമ്പോൾ 86 രൂപ വെച്ച് കൺവേർട്ട് ചെയ്യുമ്പോൾ 1200 രൂപയാണ് ഉള്ളത്. ഫേസ്ബുക്കിൽ 3000 രൂപ 3500 രൂപ എങ്ങാണ്ടാണെന്ന് ഉണ്ടായിരുന്നത്. 5000 രൂപ തികച്ചില്ല സാറേ. ഇതാണ് എൻ്റെ യൂട്യൂബ് ഫേസ്ബുക്ക് വരുമാനം. ഞാൻ രണ്ടും കാണിച്ചു കൊടുത്തു, യൂട്യൂബ് മാത്രമല്ല യൂട്യൂബ് ഫേസ്ബുക്ക് വരുമാനം ഇതാണ്. ഇൻസ്റ്റയിൽ വരുമാനങ്ങളോ കാര്യങ്ങളോ ഒന്നും കിട്ടില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പുള്ളിക്ക് പറഞ്ഞു കൊടുത്തു. അങ്ങനെയാണ് നമ്മൾ അവിടുന്ന് വന്നത്. അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് പോയില്ല.
ഇടയ്ക്ക് ഒരു പ്രാവശ്യം പോയി, അല്ലിയെ കാണാൻ പോയി, പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ സാധനം എടുക്കാനും പോയി. അല്ലിയെ ഞങ്ങള് നല്ല രീതിയിൽ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അല്ലിയെ ഞങ്ങൾക്ക് കാണണമെന്നുണ്ടായിരുന്നു. അവർക്ക് ഫുഡ് വാങ്ങിച്ചോണ്ട് പോയി. ഫുഡ് മേടിച്ചോണ്ട് പോകും. അപ്പം അങ്ങനെ നമ്മൾ ഇടയ്ക്ക് ഇതുപോലെ അല്ലിയെ കാണാനായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും വർക്കിന്റെ സാധനങ്ങൾ എടുക്കാനായിട്ടായിരുന്നു പോണത്. ഇതിനിടയ്ക്ക് നമ്മുടെ വണ്ടി കാണുമ്പോൾ മിക്കവാറും പല ദിവസങ്ങളിലും എനിക്ക് തോന്നുന്നു ഇവർ നമ്മുടെ വണ്ടി കാണുമ്പോഴത്തേക്കും അവിടുന്ന് എപ്പുറത്തോട്ടോ മാറുന്നതാണ്. കാണില്ല. ഫോൺ വിളിക്കുമ്പോൾ അകത്ത് ബെല്ലടിക്കാറുണ്ടെങ്കിലും എടുക്കാറില്ല. നമ്മൾ എത്ര വിളിച്ചാലും എടുക്കാറോ ഇല്ല, തിരിച്ചു വിളിക്കാറോ ഇല്ല, ഒന്നുമില്ല. അങ്ങനെ കംപ്ലീറ്റ്ലി ഒരു കണക്ഷനൊക്കെ കട്ടായിട്ടൊക്കെ ഇരിക്കുമായിരുന്നു. അങ്ങനെയാണ് ഒരു വർക്ക് വന്നപ്പോഴത്തേക്കും വർക്കിന്റെ സാധനം എടുക്കാൻ വേണ്ടി നമ്മൾ വിളിച്ച് അമ്മയുടെ അനുവാദം ചോദിച്ചിട്ട് പോയി നോക്കിയിട്ടൊന്നും ആളില്ലായിരുന്നു. അങ്ങനെ നമ്മൾ വിളിച്ച് അമ്മയുടെ അനുവാദം ചോദിച്ചിട്ടാണ് അമ്മയാണ് പറഞ്ഞത് 11 മണിക്ക് ചെല്ലാനായിട്ട്. അങ്ങനെ നമ്മൾ ചെന്നപ്പോഴാണ് അടുത്തൊരു വിഷയം ഉണ്ടായത്. അതൊരു കറക്റ്റ് നമ്മളെ ട്രാപ്പ് ചെയ്ത് നമ്മൾ ആ ട്രാപ്പിൽ വീണു. നമ്മുടെ സാഹചര്യം അതായിരുന്നു. കാരണം പട്ടിണി കിടക്കാൻ പറ്റൂലല്ലോ, പണി എടുക്കണ്ടേ. പണി കിട്ടുന്നത് പലപ്പോഴും കിട്ടുന്ന പണി കളയാൻ പറ്റുമോ? അപ്പോൾ അങ്ങനെ ആ ട്രാപ്പിൽ നമ്മൾ വീണുപോയി. അങ്ങനെ ആൾക്കാരെ കൊണ്ട് കയ്യേറ്റം ചെയ്യിച്ചു. നല്ല ഇടി കിട്ടി കേട്ടോ. എനിക്കിത് ഇങ്ങനെയാണ് അവിടെ ഇടി കിട്ടിയത്. അതുപോലെ എൻ്റെ വണ്ടി തല്ലിപ്പൊളിക്കാൻ നോക്കി. അതിൻ്റെയൊക്കെ വിഷ്വൽസ് ഉണ്ട്, തെറി പറയുന്ന വിഷ്വൽസ്, എന്നെ തെറി പറയുന്ന വിഷ്വൽസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ പാട് നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ചില്ലായിരുന്നു, ഈ പാടിൻ്റെയൊക്കെ അത് തന്നെയാണ്. അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഇടക്ക് ഒരു മറ്റേ ആ ഗുണ്ട ചേച്ചിയുടെ മോനാന്ന് തോന്നുന്നു, അവൻ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. ഞാനും കൂടെ വരുന്നൊരു വീഡിയോ, ഒരു സ്ത്രീയായ എൻ്റെ ഒരു സമ്മതം ഇല്ലാതെ അവൻ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോ എനിക്ക് സഹിച്ചില്ല. ഞാൻ ചോദിച്ചു, നീ എന്തായി കാണിക്കുന്നതെന്ന് ചോദിച്ചു. ഇപ്പൊ ഞാനും അവരുമായിട്ടാണ്, ഇപ്പൊ ഇവളും അങ്ങനെ സംസാരിക്കുന്നൊന്നുമില്ലായിരുന്നു. ഞാനും ആൾക്കാർ എന്റിക്കലായിരുന്നു സംസാരിച്ചോണ്ടൊക്കെ ഇരുന്ന്, ഇവളെ ഞാൻ മാറ്റി നിർത്തുമായിരുന്നു. അപ്പൊ ആൾക്കാർ ഇങ്ങനെ ട്രിഗർ ആക്കുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞേടാ, നിങ്ങൾ എന്റെ വീഡിയോ എടുക്ക്, അവളുടെ വീഡിയോ എടുക്കേണ്ട കാര്യം നിങ്ങൾ എന്റെ വീഡിയോ എടുക്ക്. അപ്പൊ അവന്മാർ ന്യായമൊക്കെ കുറെ പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ വീഡിയോ എടുക്കാറുണ്ടല്ലോ. അപ്പൊ ഞാൻ ചോദിച്ചു, നിന്റെ വീഡിയോ എടുക്കാനായിട്ട് ഞാൻ നിന്റെ വീട്ടിൽ വന്നോന്ന് ചോദിച്ചു. കാരണം അവരുടെ ആരുടെയും വീഡിയോ എടുക്കാൻ ഇതുവരെ പോയിട്ടില്ല. പിന്നെ ആൾക്കാരൊക്കെ ആക്ച്വലി തല്ലണം എന്നൊരു വൈബിൽ തന്നെ വന്നപ്പോഴത്തേക്ക്, അതായത് എനിക്കപ്പം മനസ്സിലായി ഇതൊരു ട്രാപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവളെയും കൂടെ ഇടി കൊള്ളിക്കണം എന്ന രീതിയിലാണ് എന്റെ വീട്ടുകാരെ ട്രാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെയായിരുന്നു ഈ ഒരു ലൂപ്പ്. കാരണം ഇവൻ കയറി ചെന്ന് ബെല്ലടിച്ചിട്ടൊന്നും തുറക്കുന്നില്ലായിരുന്നു, അത് ഫോൺ ചെയ്തിട്ടും എടുക്കുന്നില്ല. അപ്പൊ അവൻ ജനലിലും കൊട്ടി, അതേപോലെ വാതിലിലും കൊട്ടി, അല്ലാതെ തല്ലി പൊളിക്കാനൊന്നും ശ്രമിച്ചിട്ടില്ല. ഇല്ല, അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഉള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പൊ ഈ ലൂപ്പിൽ നമ്മളെ പെടുത്തി നൈസായിട്ട് നമ്മളെ തീർക്കാൻ നോക്കി. അതായത് ഇടി കൊള്ളിച്ച് വണ്ടിയും തല്ലിപ്പൊളിച്ച്, എന്നെ മാത്രമല്ല ഇവളെ ഇടി കൊള്ളിക്കണമെന്ന് തന്നെയായിരുന്നു എന്റെ വീട്ടുകാര് നാട്ടുകാരെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ, അതിനുവേണ്ടി മാത്രമാണ് അവരെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇവളുടെ കയറി പൊടി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ തിരിച്ച് നമ്മൾ പോകാൻ പോയപ്പോൾ നമ്മൾ ഒതുക്കിയെല്ലാം നമ്മൾ പോവുകയാണെന്ന് പറഞ്ഞിട്ട് പോകാൻ പോയപ്പോഴത്തേക്കും ആൾക്കാർ നമ്മുടെ വണ്ടി വലിച്ചു തുറന്ന് തെറി പറയുന്നു, ഇടിക്കുന്നു, വലിച്ചു പുറത്തിടാൻ നോക്കുന്നു. അങ്ങനെ അത്യാവശ്യം നല്ല ഇഷ്യൂ ആയിരുന്നു കേട്ടോ. പക്ഷെ ഇതൊക്കെ നടക്കുമ്പോഴും അമ്മയും അനിയത്തിയും ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് അവിടെ നിൽക്കുക. അല്ലെങ്കിൽ അവർ പോട്ടെ, അവരുടെ സാധനം എടുത്തിട്ട് അവർ പോട്ടെ എന്നല്ല അവർ പറയുന്നത്, ഒന്നും മിണ്ടാതെ ഇതിനിടയ്ക്ക് എല്ലാം എൻജോയ് ചെയ്തുകൊണ്ട് അവിടെ നിൽക്കുക. ഇതിനിടയ്ക്ക് എന്റെ സാധനങ്ങൾ ഞാൻ എടുക്കുന്ന കൂട്ടത്തിൽ എന്റെ പ്ലേ ബട്ടണൊക്കെ എടുത്തിട്ട് വരാൻ നോക്കി. പക്ഷെ പ്ലേ ബട്ടണോ കാര്യങ്ങളോ ഒന്നും അവിടെ ഇവിടെ മിസ്സിംഗ് ആണ്. അതൊക്കെ മിസ്സിംഗ് ആണ്. അതൊക്കെ എനിക്ക് തോന്നുന്നു മറിച്ച് വിട്ടിട്ടുണ്ടാവാം, എനിക്കറിയില്ല.